Ashwarya, give me 1 minute. There is something up. I'm just figuring it out. I've gone live, but then It's showing up. It's showing up. But the Zoom is not live, right? 1 sec. I just saw it open up. Okay. Just give me a minute. Okay, I think Zoom is only on. It is on, Surabhi now. I think we can start. Okay. I think it's showing up as a different link again. Okay, let me get that link then. Yeah. Yeah, I think we can start. Yeah, I'm gonna paste the link on all the groups. Sure. And just let me know when to start and I'll begin. Yeah. Okay. All right. Ashwarya, I think we can start. Yeah. Okay. Super. Hello all. Good evening. ഞാൻ എല്ലാവരെയും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ് ഗവൺമെന്റ് ഓഫ് കേരള കീഡ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ഉദ്യം ലേണിംഗ് ഫൗണ്ടേഷന്റെ ഓൺലൈൻ ഓൺട്രപ്രണർഷിപ്പ് പ്രോഗ്രാമിന്റെ ഗ്രാജുവേഷൻ ഡേ സെറിമണിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നിരിക്കുന്ന കീഡ് ആൻഡ് ഡിപ്പാർട്ട്മെന്റിലെ മുഖ്യാതിഥികളെ, ഈ പ്രോഗ്രാമിലെ റോൾ മോഡൽസ് ആൻഡ് നമ്മുടെ ബാക്ക് ബോൺ ആയ ടീച്ചേഴ്സ്, നമ്മുടെ കുട്ടി സംരംഭകർ, അതായത് നമ്മുടെ റോക്ക് സ്റ്റാർസ് ആൻഡ് സ്റ്റുഡൻസ്, എൻ്റെ സഹപ്രവർത്തകർ, ഉദ്യം ലേണിംഗ് ഫൗണ്ടേഷന്റെ ടീം മെമ്പേഴ്സ്, പിന്നെ ഈ പ്രോഗ്രാം ലൈവ് ആയിട്ട് യൂട്യൂബിൽ കാണുന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ഓൺലൈൻ ഓൺട്രപ്രണർഷിപ്പ് പ്രോഗ്രാം എന്താണ്? ഈ ഓൺലൈൻ ഓൺട്രപ്രണർഷിപ്പ് പ്രോഗ്രാമിൽ സ്റ്റുഡൻസ് അവരുടെ ബിസിനസ്, അതായത് ഒരു ചെറിയ കുട്ടി ബിസിനസ് അവരെങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ആൻഡ് റൺ ചെയ്യുന്നതെന്ന് അവർ ഈ പ്രോഗ്രാമിന്റെ ത്രൂ പഠിക്കുന്നുണ്ട്. ഇതൊരു 12 സെഷൻസിന്റെ ഒരു പ്രോഗ്രാം ആണ്. 2 hours ഈച്ച് ആണ് ഈ പ്രോഗ്രാമിൽ നമ്മൾ ചെയ്യുന്നത്. സ്റ്റുഡൻസ് അവരുടെ ആ ബിസിനസ് എങ്ങനെയാണ് റൺ ചെയ്യുന്നത്, അതിന്റെ ബിസിനസ് നോളജ് ആൻഡ് സ്കിൽസ് വന്നിട്ട് നമ്മൾ ഒരു ഓൺലൈൻ ഫോമാറ്റിലാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഓൺലൈൻ ഫോമാറ്റിൽ നമ്മൾ മാർക്കറ്റിംഗ് ആവട്ടെ, അല്ലെങ്കിൽ ബിസിനസ് ഐഡിയേഷൻ, പ്രോട്ടോടൈപ്പിംഗ്, മണി മാനേജ്മെന്റ് ആൻഡ് സെല്ലിംഗ്, അങ്ങനത്തെ സ്കിൽസ് ആണ് നമ്മൾ സ്റ്റുഡൻസിന് ഓൺലൈൻ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവരൊരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷന് വേണ്ടി ഇത് നമ്മൾ അസൈൻമെന്റ്സ് ആയിട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ത്രൂ അവർ ആക്ച്വലി അവരുടെ കുട്ടി ബിസിനസ്സസ് 10 ദിവസത്തേക്ക് റൺ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ എം സൂപ്പർ പ്രൗഡ് ടു സേ 550+ സ്റ്റുഡൻസ് ആൻഡ് 29 ബാച്ചസ്, അതായത് 29 ടീച്ചേഴ്സ് ഈ പ്രോഗ്രാമിലെ ഭാഗമാണ്. സ്റ്റുഡൻസ് ഈ പ്രോഗ്രാമിന്റെ ത്രൂ അവരുടെ കുട്ടി ബിസിനസ് റൺ ചെയ്തു. പിന്നെ അവരുടെ മൈൻഡ് സെറ്റ്സ്, അതായത് ഗ്രിറ്റ് ആൻഡ് സെൽഫ് ബിലീഫ്, അവർക്ക് അതിന്റെ അവയർനെസ് വന്നിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ ത്രൂ കുറെ കുട്ടികൾ, കുറെ സ്റ്റുഡൻസ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, മാം നമുക്ക് കോൺഫിഡൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റി. സോ ഇത് കാരണം ഐ എം സൂപ്പർ പ്രൗഡ് ടു സേ that we have 550+ and 29 batches that we've managed to run. A big round of applause to all our Kutti Sambramagar entrepreneurs and our dear teachers for making this a successful program. So big round of applause to them. Everybody please unmute and we give a big round of applause to them. Congratulations. Thank you so much teachers, students and Sharat sir for being here. സോ അടുത്തതായിട്ട് നമ്മുടെ ചീഫ് ഗസ്റ്റിനെ വെൽക്കം ചെയ്യാനായിട്ട് ഐ ഇൻവൈറ്റ് നസ്രിൻ മിത്ലാജ് ഫ്രം ഉദ്യം ലേണിംഗ് ഫൗണ്ടേഷൻ. Thank you so much for inviting me to this program, Ashwarya.
So sorry for the noise, background noise. I'm in the airport. Anyways, without much delay, ഞാൻ നമ്മുടെ ശരത് സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ് ടു സ്പീക്ക് എ ഫ്യൂ വേർഡ്സ്. ശരത് സാർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കീഡിന്റെ സിഇഒ ആണ്. ആൻഡ് ശരത് സാറിന്റെ ഒരു ഇനീഷ്യേറ്റീവ് കാരണമാണ് നമുക്ക് ഇന്ന് ഈ ഒരു പ്രോഗ്രാം നല്ല സക്സസ്ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയതും അത് ഇത്രയും ബ്യൂട്ടിഫുള്ളി നമുക്ക് അതിന്റെ റിസൾട്ട്സ് എല്ലാം കാണാനും എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റിയത്. അതുകൊണ്ട് along with welcoming, I would also specifically thank him for this kind of an wonderful initiative. So over to you, Sharad sir. Thank you, Nesreen, for your kind words. എല്ലാവർക്കും നമസ്കാരം. ഞാനും വളരെ ആവേശത്തോടെയാണ് attending this session. We started off like a few email communications with Udyam, followed by a call. നമ്മളിത് എങ്ങനെ വേണം, എന്ത് വേണം. In fact, I started with both of us had a real need of doing something for the ED clubs. But രണ്ടുപേരും ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവിലാണ് ആദ്യം വർക്ക് ചെയ്ത് തുടങ്ങിയത്. Then we found a common platform. And in between നമ്മൾ ഡിസൈഡ് ചെയ്തു ഉദ്യമിൻ്റെ ഈ പ്രോഗ്രാം, ഓണ്ടർപ്രണർഷിപ്പ് മൈൻഡ് സെറ്റ് പ്രോഗ്രാം, നമ്മുടെ കേരളത്തിൽ നമുക്ക് ഏതാണ്ട് 550 ED ക്ലബ്സ് ആണ് വ്യവസായ വാണിജ്യ വകുപ്പിൻ്റെ കീഴിൽ ED ക്ലബ്ബുകൾ ഉള്ളത്. അതിൽ നമ്മൾ ഫസ്റ്റ് സെഷൻ എന്നുള്ള നിലയിൽ 11th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിനെ വെച്ചു ഇത് തുടങ്ങാനായി നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ അത് തീരുമാനം എടുക്കുന്നതിൻ്റെ ഭാഗമായി കീഡ് ഇതിൻ്റെ ഒരു ഇൻസ്ട്രുമെൻ്റായി വർക്ക് ചെയ്തു എന്ന് ഉണ്ടെങ്കിലും ഇത് കൂടുതലും ഡ്രൈവ് ചെയ്തതും വളരെ ഇതിൻ്റെ എല്ലാ സപ്പോർട്ടും നമുക്ക് തന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ് ആണ്. റൈറ്റ് ഫ്രം ഡോക്ടർ ഇളങ്കോവൻ IAS, ഹു ഇസ് എ സെക്രട്ടറി ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ്. ദെൻ നമ്മുടെ ഫസ്റ്റ് സെഷൻ നമ്മൾ ഇനാഗുറേറ്റ് ചെയ്ത നമ്മുടെ രാജമാണിക്യം IAS സാറുണ്ട്, ഹു ഇസ് ഡയറക്ടർ ഇൻഡസ്ട്രീസ്. Then a large team from Directorate of Industries, for like additional directors, joint directors, deputy director, ഇവരുടെ എല്ലാവരുടെയും പിന്നെ GMs എല്ലാ നമ്മുടെ 14 ജില്ലയിലെ ജനറൽ മാനേജേഴ്സും അവരുടെ സപ്പോർട്ടും മൊബിലൈസേഷനും എല്ലാം കൊണ്ടാണ് നമുക്ക് ഇങ്ങനൊരു സെഷൻ ഇവിടെ നടത്താൻ കഴിഞ്ഞത്. ഇവരെ എല്ലാം നമ്മൾ ഈ ഞാൻ വ്യക്തിപരമായി ഈ സമയത്ത് ഓർക്കുകയാണ്, എല്ലാവർക്കും നന്ദി പറയുകയാണ്. പിന്നെ കീഡിൻ്റെ എൻ്റെ സഹപ്രവർത്തകർക്കും ഞാൻ നന്ദി പറയുകയാണ്. എങ്കിൽ ഇതിൻ്റെ എല്ലാം ഒരു കീ ഡ്രൈവർ എന്ന് പറയുന്നത് തീർച്ചയായും ഉദ്യം ഫൗണ്ടേഷൻ തന്നെയാണ്. ഇതിൻ്റെ മോഡ്യൂൾ സ്ട്രക്ചർ ചെയ്യുന്നത് തൊട്ട് ഡെലിവറി, അങ്ങനെ ഫ്രം എൻഡ് ടു എൻഡ് ഇതിൻ്റെ കാര്യങ്ങൾ ഉദ്യം ഫൗണ്ടേഷൻ തന്നെയാണ് വളരെ വെൽ മാനേജ്ഡ് ആയിട്ട് ചെയ്തു. ആദ്യത്തെ 1-2 സെഷൻസ് ഞാൻ ചില സമയത്തൊക്കെ കയറി നോക്കി. എൻ്റെ പ്രത്യേകിച്ച് ഫാക്കൽറ്റിമാരുടെ ട്രെയിനിങ് സെഷൻ, അതായത് കോർഡിനേറ്റേഴ്സ്, ഇതിൻ്റെ കോർഡിനേറ്റേഴ്സിനുള്ള ട്രെയിനിങ് സെഷനിൽ. അപ്പോൾ ഐ ഫൗണ്ട് ദാറ്റ് ഒരു വളരെ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിട്ട് ടീച്ചേഴ്സ് വരെ ഇതെടുക്കുന്നതായും കണ്ടു. അവരുടെ ഇൻവോൾവ്മെന്റ്, ഇത് പഠിപ്പിക്കാനായിട്ട് അവർ കാണിക്കുന്ന താല്പര്യം, ഇവർ ഈ നിങ്ങളുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാനും ഉണ്ട്. അപ്പോൾ അതിൽ നടക്കുന്ന കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ്, പ്രത്യേകിച്ച് ചില സാറന്മാരൊക്കെ വളരെ ഇന്നോവേറ്റീവായിട്ട് പലയിടത്തു നിന്നും പല കണ്ടന്റും സോഴ്സ് ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുന്ന നിലയിലുള്ള ക്രോസ് ലേണിംഗ്, അങ്ങനെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് ഈ പ്രോഗ്രാം. കോവിഡിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ സാധാരണ കീഡ് ED ക്ലബ്സിന് വേണ്ടിയിട്ട് ഇവിടെ സെഷൻസ് കണ്ടക്ട് ചെയ്യാറുണ്ട്, കീഡ് ക്യാമ്പസിൽ കണ്ടക്ട് ചെയ്യാറുണ്ട്. അത് ഈ പ്രാവശ്യം നടത്താൻ കഴിഞ്ഞില്ല. അതിൻ്റെ ഒരു പോരായ്മ ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു സെഷൻ കൊണ്ട് പരിഹരിക്കാൻ കഴിഞ്ഞു. ഈ വരുന്ന ഫിനാൻഷ്യൽ നെക്സ്റ്റ് ഇയറിലും നമ്മൾ ഇതും അല്ല ഇതുപോലുള്ള മറ്റു പല പ്രോഗ്രാമുകളും കീഡ് ED ക്ലബ്സിന് മാത്രമായി ഫോക്കസ് ചെയ്ത് ആലോചിക്കുന്നുണ്ട്. അതിലും നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണവും നിങ്ങളുടെ പങ്കാളിത്തവും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇനി ഈ പ്രോഗ്രാമിലെ കുട്ടികൾ, കാരണം കുട്ടികളാണല്ലോ നമുക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് മൈൻഡ് സെറ്റ് ബിൽഡിംഗ് ആണ്. അപ്പോൾ കേരളത്തിൽ സംരംഭകത്വത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണറിയൽ കൾച്ചർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ വർക്ക് ചെയ്യേണ്ടത് ഡെഫിനറ്റ്ലി ഈ കുട്ടികളോടാണ്. അപ്പോൾ ഈ കുട്ടികളെ സംരംഭകരാക്കുമ്പോൾ പല ചലഞ്ചുകളും ഉണ്ട്. അവരെ നമുക്ക് വിദ്യാഭ്യാസം ചെയ്യുന്നവരെ നേരെ സംരംഭകത്തിലേക്ക് വിടുന്നതിൽ കേരളത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പഠനത്തോടൊപ്പം ചെയ്യുക, പഠനത്തോടൊപ്പം റിസ്ക് എന്താണെന്ന് മനസ്സിലാക്കുക, സംരംഭകത്തെ കുറിച്ചൊരു അഭിരുചി ഉണ്ടാക്കുക, അത്തരത്തിൽ ഒരു ഓറിയന്റേഷൻ കൊടുക്കാനും മോട്ടിവേഷൻ കൊടുക്കാനും ഉള്ള ഒരു പ്രധാന ഒരു മോഡ് ഓഫ് ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് ഈ 10-day വർക്ക്ഷോപ്പിനെ നമുക്ക് കണക്കാക്കാം.
കുട്ടികൾ പല പല ഇന്നോവേറ്റീവ് പ്രോഡക്ട്സും ചിലപ്പോൾ ഞാൻ ചില ദിവസങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഹോബികൾ അവർ എങ്ങനെയാണ് ബിസിനസ്സായി കൺവെർട്ട് ചെയ്തത്, പ്രോബ്ലംസ് എങ്ങനെ അവർ സൊല്യൂഷനാക്കി മാറ്റി, ആ സൊല്യൂഷൻ എങ്ങനെ അവരൊരു ബിസിനസ്സാക്കി, അങ്ങനെ വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള കുറേ ലേണിംഗ് എക്സ്പീരിയൻസ്. അതിനേക്കാളൊക്കെ ഉപരി ഇനി വരും ദിവസങ്ങളിൽ ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരുപാട് മൈൻഡ് സെറ്റ് ആൻഡ് സ്കിൽ സെറ്റ്സ് അവർ ഇതിൽ നിന്ന് തീർച്ചയായും നേടിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ പറയുന്നത്. ഒരു ബുദ്ധിമുട്ട് വന്ന് കണ്ടാൽ അതിനെ ഒരു ഓപ്പർച്യൂണിറ്റിയായി കാണാൻ സാധിക്കുക, അത് എങ്ങനെ ക്രിയേറ്റീവായിട്ട് നമുക്ക് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. നേരത്തെ പറഞ്ഞ പോലെ ഗ്രിറ്റ്, അതായത് ഒരു ലക്ഷ്യം സെറ്റ് ചെയ്ത് അതിനുവേണ്ടി പ്രവർത്തിക്കുക, ഒരു ബിസിനസിന്റെ വിവിധ കാര്യങ്ങൾ മനസ്സിലാക്കി, ഇതൊക്കെ ജീവിതത്തിലെ എല്ലാ തുറയിലും കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അത് ഈവൻ നമ്മുടെ ഈ കഴിഞ്ഞ നമ്മൾ മുമ്പും പറഞ്ഞു, വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ റീസെന്റ് റിപ്പോർട്ടിൽ 2025 എല്ലാ കുട്ടികൾക്കും വേണ്ട ഏറ്റവും കൂടുതൽ എംപ്ലോയബിൾ സ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ അത് ഈ പറഞ്ഞ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പ്രോബ്ലം സോൾവിങ് സ്കിൽ, ക്രിയേറ്റിവിറ്റി, ഗ്രിറ്റ് എന്ന ഒരു ഓൺട്രപ്രണർക്ക് വേണ്ട സ്കില്ലുകളാണ് ഇനിയുള്ള എംപ്ലോയീസിന് വേണ്ടത് എന്നാണ് വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ലേറ്റസ്റ്റ് സർവേ റിപ്പോർട്ടിൽ പറയുന്നത്. ഒരു സംരംഭകനാവാനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു നല്ല പ്രൊഫഷണൽ ആവാനാണെങ്കിലും നിങ്ങൾക്ക് ഈ ട്രെയിനിങ്ങും ഇതുവഴി കിട്ടിയ അറിവും അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് കിട്ടിയ അറിവും എല്ലാം വളരെ വലിയ കരുത്താവുമെന്ന് ഞാൻ ആത്മാർത്ഥമായി വിചാരിക്കുന്നു. ഇത് സംഘടിപ്പിച്ച ഉദ്യം ടീമിനും പ്രത്യേകിച്ച് നമ്മുടെ ടീച്ചേഴ്സ്, ഈ 29 ടീച്ചേഴ്സ് നമ്മളോടൊപ്പം ഉണ്ട്, വളരെ ആക്റ്റീവായ ആ ഒരു വൈബ്രന്റ് ഗ്രൂപ്പിനും പിന്നെ ഈ കുട്ടികൾക്കും എല്ലാവർക്കും കീടിന്റെ ഭാഗത്തു നിന്ന് എല്ലാ നന്ദിയും അറിയിക്കുന്നു. നിങ്ങൾക്ക് തുടർന്നും എന്തെങ്കിലും സഹകരണം കീടിന്റെ ഭാഗത്തു നിന്ന് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഞങ്ങളെ ബന്ധപ്പെടാം. ഞങ്ങളുടെ കോർഡിനേറ്റേഴ്സും മറ്റും ഞാനും എല്ലാം എല്ലാ പ്രാവശ്യവും അവൈലബിൾ ആയിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. Thank you so much, Sharat sir. Thank you for your kind words. And sirന്റെ ഒരു encouragement ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ പ്രോഗ്രാം ആ ഒരു ഇൻസെപ്ഷൻ ടു ടീച്ചേഴ്സ് ആൻഡ് ദെൻ ഫൈനലി ടു സ്റ്റുഡൻസ് ഞങ്ങൾ എത്തിക്കാൻ പറ്റത്തില്ലായിരുന്നു. So thank you so much for giving Udyam the opportunity and the space to bring this program. And I'm hoping that we've given our best and this is just a start for future endeavors. So thank you so much, sir, for taking time off and being a part of this program from the start. You were there on our first day and you're here with us throughout this journey. So thank you so much, sir. Thank you, Ashwini. Thank you. Thank you. So, sir, പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമിന്റെ മെയിൻ ബാക്ക് ബോൺ ആയത് നമ്മുടെ ടീച്ചേഴ്സ് ആണ്, നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് ആണ്. സർ പറഞ്ഞ പോലെ വാട്സാപ്പ് ഗ്രൂപ്പ്, നമ്മുടെ TOT ട്രെയിനിങ് സെഷൻസ് തൊട്ട് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ എൻഗേജ്മെന്റ്, പിന്നെ ഈ പ്രോഗ്രാം സ്റ്റുഡൻസിലോട്ട് എത്തിക്കുന്നവരെ ടീച്ചേഴ്സിന്റെ സഹകരണം ഞങ്ങൾക്ക് ഫുൾ ഓൺ ഉണ്ടായിരുന്നു. ടീച്ചേഴ്സ് കുറെ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അവര് തന്ന Okay, I think Ashwarya has a power cut. Surabhi, can you hear me? Yes, Ashwarya, go on. Okay, sorry. ഇവിടെ power cut ഉണ്ട്, so I'm just logged in through the phone. I'll just continue. So teachers ന്റെ ആ ഒരു enthusiasm, the determination and അവരുടെ ഒരു dedication ആണ് that we could bring this program forward. ഇത് successful ആക്കാൻ അവരുടെയാണ് കൂടുതലും ഇതില് ആക്ച്വലി നമുക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നത്. സോ താങ്ക് യു സോ മച്ച് ടീച്ചേഴ്സ്. ഇപ്പോൾ നമ്മുടെ ടീച്ചേഴ്സിന്റെ അടുത്ത് നിന്ന് അവരുടെ ജേർണി, അവരുടെ യാത്ര നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായിട്ട് അവരുടെ എക്സ്പീരിയൻസ് പങ്കിടാനായിട്ട് നമ്മുടെ കൂടെ വരുന്നത് ബിനോയ് ജോർജ് സർ ഫ്രം NKNM ഹയർ സെക്കൻഡറി സ്കൂൾ, കുമരമംഗലം. കേൾക്കുന്നുണ്ട് സർ, പറയൂ. എല്ലാവർക്കും നമസ്കാരം. ഏതാണ്ട് ഒരു മാസത്തെ ഒരു പ്രോഗ്രാം ആയിരുന്നല്ലോ നമ്മളുടെ. ഒരു മാസത്തില് നമ്മൾ 12 ദിവസം, ഇന്നും കൂടെ കൂട്ടി 12 ദിവസം ആണ് കുട്ടികൾക്ക് 11 ദിവസവും പിന്നെ ഇന്നത്തെ ക്ലോസിംഗ് സെറമണി. ഓക്കെ, ഇതേ പ്രോഗ്രാമിനെ പറ്റി പറയുകയാണെങ്കിൽ അതിഗംഭീരമായിരുന്നു, വൻ വിജയമായിരുന്നു. അതാണ് ഒറ്റ വാക്കിൽ എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രോഗ്രാമിനെ പറ്റി അറിഞ്ഞപ്പോൾ ആദ്യമേ ഞങ്ങൾക്ക് എല്ലാം വലിയൊരു ആശങ്കയായിരുന്നു. കാരണം ഓൺലൈൻ ആയിട്ട് അത് എങ്ങനെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടത്തും. പക്ഷെ ഇതിൽ പങ്കെടുത്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ഇത് കുട്ടികളെല്ലാം വളരെ എക്സൈറ്റഡ് ആയിരുന്നു. 500 രൂപയ്ക്ക് 100 മുതൽ 500 വരെ, അതിനാൽ ഇൻവെസ്റ്റ്മെന്റേ വേണ്ടെന്ന് പറയുന്നത്, ബിസിനസ് നടത്തി വിജയിപ്പിക്കുമെന്നായിരുന്നു ഉദ്യം ടീം പറഞ്ഞത്.
ഇത് കേട്ടപ്പോൾ ഇത് എങ്ങനെ ഇത് നടക്കും? കാരണം ഒരാൾക്ക് ഒരു ദിവസത്തെ കൂലി കൊടുക്കണ 1000 രൂപയുടെ മേളിൽ വേണം. അന്നേരം ഇത് എങ്ങനെ വിജയിപ്പിക്കാൻ പറ്റും? പിന്നീടാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പങ്കെടുത്തപ്പോഴാണ് ഇങ്ങനെയുള്ള പല ബിസിനസ് ആശയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇതെല്ലാം സാധ്യതകളാണല്ലോ എന്ന് മനസ്സിലായി. പിന്നെ ജസ്റ്റ് കേൾക്കാമല്ലോ അല്ലെ? ജസ്റ്റ് ഒരാളുടെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഒരു കുട്ടിയാണ് ഞാൻ കുറിച്ച് വെച്ച് 345 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. പക്ഷെ ആ കുട്ടി 1480 രൂപ ഈ പറഞ്ഞ 10 ദിവസം കൊണ്ട് ലാഭം നേടിക്കഴിഞ്ഞു. അതും വേറെ വലിയ അങ്ങനത്തെ ഒരു ബിസിനസ് അല്ല ചെയ്തത്. അവരുടെ ഹോബി തന്നെ അത് ഒന്ന് മാർക്കറ്റ് ചെയ്തതേ ഉള്ളൂ. പെയിന്റിങ്, ബോട്ടിൽ പെയിന്റിങ്, അതുപോലെയുള്ള പെൻസിൽ ഡ്രോയിങ്, അങ്ങനത്തെ ചില കാര്യങ്ങൾ ചെയ്തതേ ഉള്ളൂ. വേറെ ചിലരാണ് കാർ വാഷിന്റെ ആ സർവീസ് ചെയ്തു. ചിലർ ചോക്ലേറ്റ് മാനുഫാക്ചറിങ് ആയിരുന്നു, ചിലർ മാസ്ക് നിർമ്മാണമായിരുന്നു, ഇൻഡോർ പ്ലാന്റ്, അങ്ങനെ പല നിരവധി അവസരങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹോം ഡെലിവറി, ഇതുപോലെ എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ചു കൊടുക്കുക. അതായത് ഇതൊക്കെ ആൾക്കാർ സഹകരിക്കുകയും മോട്ടിവേറ്റ് ചെയ്യുകയും ഇങ്ങനെ പല രീതിയിൽ ഇത് പ്രാക്ടിക്കലായിട്ട് ഇത് നടപ്പിൽ വരുത്താൻ പറ്റി. അതുപോലെ തന്നെ അവർക്ക് വേറെ പല നേട്ടങ്ങൾ അവർ പ്രത്യേകം പറഞ്ഞ, നേരത്തെ മാഡം പറയുകയും ചെയ്തായിരുന്നു, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റി എന്ന് അവർ പറഞ്ഞു. അതുപോലെ തന്നെ അവരുടെ കോൺഫിഡൻസ് ലെവൽ ഉയർന്നു. അതുപോലെ തന്നെ ഈ പലരും ഇത് തന്നെ വേറൊരു കാര്യം, ഇത് ടീച്ചേഴ്സിനും അതുപോലെ തന്നെ കുട്ടികൾക്കും വേറൊരു ട്രെയിനിങ്ങും കൂടെ ആയിരുന്നു. മറ്റൊരു രീതി പറഞ്ഞു, എങ്ങനെ നല്ലൊരു ഫെസിലിറ്റേറ്റർ ആകാം. അത് ഇതിൽ പങ്കെടുത്ത എത്ര അധ്യാപകരാണ് പങ്കെടുത്തത് അവർക്കെല്ലാം അതിന്റെ പ്രയോജനം കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ ക്ലാസ് പ്രത്യേകിച്ച് ഓൺലൈനിലായിട്ടായിരുന്നല്ലോ. അന്നേരം ഓൺലൈൻ ക്ലാസ് എങ്ങനെ ഗംഭീരമായിട്ട് കൂടുതൽ മെച്ചപ്പെടുത്തി എഫക്റ്റീവായിട്ട് എടുക്കാം എന്ന് ഞങ്ങൾക്കും ഇത് വഴി ഒരു ട്രെയിനിങ്ങും കൂടെ കിട്ടുകയാണ് ചെയ്തത്. എങ്ങനെ നല്ലൊരു ഫെസിലിറ്റേറ്റർ ആകാം. അതുപോലെ കുട്ടികളും പറഞ്ഞു, അവര് ഈ പവർ പോയിന്റ് പ്രസന്റേഷൻ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ പവർ പോയിന്റ് ഒക്കെ അവരും അവരുടെ ലൈഫിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു അവതരിപ്പിക്കാൻ ഒരു അവസരം കിട്ടിയതല്ല, അതിനൊരു ആവശ്യം വന്നത്. അപ്പോൾ അത് വളരെ ഗംഭീരമായിട്ട് കുട്ടികൾ ഇത് അവതരിപ്പിക്കാൻ അവർക്കൊരു കാരണമായി. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിനെ പറ്റി പറയുകയാണ്, വേറൊരു ഓണ്ടർപ്രണർഷിപ്പ് എന്താണ്, അതിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്. അതുപോലെ എല്ലാവരും എംപ്ലോയി ആയതുകൊണ്ട് കാര്യമില്ലല്ലോ. നമ്മുടെ രാജ്യത്ത് തൊഴിൽ കൊടുക്കാനും ആൾ വേണമല്ലോ. അന്നേരം ഒരു എംപ്ലോയറുടെ ആവശ്യകത, തൊഴിൽ ദാതാവിന്റെ ആവശ്യകത, അത് കുട്ടികളിലേക്ക് എത്തിക്കാൻ ഈ പ്രോഗ്രാം കാരണമായി. അതുപോലെ വേറൊരു ഇന്നലെ ഒരു ട്രെയിനിങ് ക്ലാസ്സിൽ പങ്കെടുത്തപ്പോൾ ഒരു അധ്യാപകൻ പറഞ്ഞതാണ്, കാരണം ഒരു കുട്ടി പറഞ്ഞതാന്ന് പറഞ്ഞു, എനിക്ക് അങ്ങനെ പഠിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല, എങ്കിലും ഞാൻ പഠിച്ച് ഏതെങ്കിലും ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ച് ഞാനൊരു 10 കൊല്ലം ജോലി ചെയ്യും. അന്നേരം അവിടുത്തെ ചലഞ്ചസ് ഒക്കെ ഞാൻ മനസ്സിലാക്കും. അത് കഴിഞ്ഞ് ഞാൻ റിസൈൻ ചെയ്ത് ഞാൻ ഒരു ചെയിൻ ഓഫ് ഹോട്ടൽസ് തുടങ്ങുക, അതാണ് എൻ്റെ ലക്ഷ്യം. അന്നേരം അങ്ങനെയുള്ള അന്നേരം ആ ബിസിനസിന്റെ പല കാര്യങ്ങളും നമ്മൾക്ക് കുട്ടികളിലേക്ക് എത്തിക്കാൻ ഈ ഒരു പ്രോഗ്രാം സാധിച്ചു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട 2 കാര്യങ്ങൾ, ഒന്ന് നമ്മളുടെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ആണ് ഇത്. അതുപോലെ ഉദ്യം ടീം, ഈ 2 പ്രസ്ഥാനങ്ങളാണ് നമ്മൾക്ക് ഈ ഒരു അവസരം തന്നത്. അതിൽ ആദ്യമായിട്ട് ശരത് സാറിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു, നന്ദി പറയുന്നു. അതിനോടൊപ്പം തന്നെ ഉദ്യം ടീമിനെ പറ്റി, ഈ പ്രോഗ്രാം വിജയിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഉദ്യം ടീമിന്റെ ഒരു അല്പം പോലും അയവില്ലാത്ത രീതിയിലുള്ള പിന്തുണയാണ്. കാരണം അവര് എല്ലാ ദിവസത്തെ ക്ലാസ് എടുക്കുന്നതിന് വേണ്ട പവർ പോയിന്റ് തരുന്നു. അതുപോലെ തന്നെ ടീച്ചേഴ്സിന് എന്താണ് പറയേണ്ടതെന്ന് വരെയുള്ള സ്ക്രിപ്റ്റ് തരുന്നു. അതുപോലെ തന്നെ വോയിസ് മെസ്സേജ് ഇടുന്നു. അങ്ങനെ എല്ലാ തരത്തിലും അവരുടെ പൂർണ്ണ സഹകരണം ഞങ്ങൾക്ക് കിട്ടി. അതേപോലെ തന്നെ അവർ ആ കാര്യത്തിൽ സ്ട്രിക്റ്റും ആയിരുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികളും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിരിക്കണം, അറ്റൻഡൻസ് കമ്പൽസറി ആയിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ക്ലാസ്സിൽ 22 പേര് പങ്കെടുത്തെങ്കിൽ 15 പേർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. അതിൽ അവർ ഒരു തരത്തിലുള്ള കണിശമായ നിലപാട് തന്നെ എടുത്തത്. അത് നല്ല കാര്യം തന്നെയാണ്. കാരണം ചിലർ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ അല്പം താമസിച്ചു, അല്ല ചിലര് ക്ലാസ്സിൽ പങ്കെടുക്കാതിരുന്നിട്ടുണ്ട്. ചിലര് 1-2 പേര് പങ്കെടുക്കാതിരുന്നു, ചിലരൊക്കെ ഇടയ്ക്കൊക്കെ പങ്കെടുത്തില്ല. എന്നാൽ അറ്റൻഡൻസിന്റെ ആ ഒരു ലിമിറ്റ് അത് സ്ട്രിക്റ്റ് ആയിട്ട് അവർ ഫോളോ ചെയ്തു. ഇതെല്ലാം നല്ല കാര്യമാണ്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂടെ വന്ന്, അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള ടീച്ചേഴ്സ് എല്ലാം നല്ല സഹകരണമായി, പരസ്പരം നല്ല മോട്ടിവേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആശ്ചര്യമാമൊക്കെ ഒരു ചെറിയ മൈന്യൂട്ട് കാര്യം നമ്മൾ ചെയ്താൽ അപ്പോഴേ അതിന് കമന്റ് ഇട്ടിരിക്കും, ഒരു മോട്ടിവേഷൻ തന്നിരിക്കും. അതുപോലെ ഈ സ്ക്രിപ്റ്റിന്റെ കേസിൽ ഇതിന്റെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഐശ്വര്യമാണെങ്കിലും പിന്നിൽ നിന്ന് അണിയറ പ്രവർത്തകർ വേറെ വളരെ കുറെ പേരുണ്ട്. സുരഭിമാം പ്രത്യേകിച്ച് സ്ക്രിപ്റ്റ് എല്ലാം പവർ പോയിന്റ് എല്ലാം റെഡിയാക്കിയത് സുരഭിമാമും ഉദ്യം ടീമിലെ മറ്റംഗങ്ങളും കൂടി ആണെന്ന് എനിക്കറിയാൻ സാധിച്ചു.
അങ്ങനെ എല്ലാവരുടെയും ഒരു സഹകരണത്തോടെ ഇതൊരു ഗംഭീര വിജയമായി. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ്. ഓക്കെ, വളരെ നന്നായിരുന്നു. Thank you so much, Binoy sir. Binoy sir, a true entrepreneur ആയിരുന്നു. You have been in the forefront for a lot of things. So thank you so much. അടുത്തതായിട്ട് ഞാൻ ജേർണി ഷെയർ ചെയ്യാനായിട്ട് സുജ MG CKM ഹയർ സെക്കൻഡറി സ്കൂൾ കോരത്തോടിൽ ഇൻവൈറ്റ് ചെയ്യാണ്. മാം. ഹലോ, നമസ്തേ. കേക്കാവല്ലോ അല്ലേ? കേക്കാം മാം. യെസ് മാം, കേക്കാം. ഞാന് സുജ ടീച്ചറ് വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടും കൂടി തന്നെയാണ് ഞാൻ ഇപ്പോഴ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കാരണം ഞങ്ങളെ പോലെയുള്ള ഒരു ഉൾനാടൻ ഗ്രാമപ്രദേശത്തിലെ കുട്ടികളെ ഒരു 11 പേർക്കെങ്കിലും ഈ കൊറോണ പിടിച്ചിരിക്കുന്ന കാലഘട്ടത്തില് ഒരു കൈത്താങ്ങായിട്ട് നിന്നുകൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് ഒരു വഴികാട്ടിയായി തീരുന്നതിന് ഈ ട്രെയിനിങ് പ്രോഗ്രാമിന് സാധിച്ചു എന്നുള്ള ഒരു സന്തോഷത്തോടു കൂടി തന്നെ ഇതിൽ പങ്കെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഈ ഓൺലൈൻ പ്രോഗ്രാമിനെ കുറിച്ച് ആദ്യമേ പറഞ്ഞപ്പോൾ ഇതെങ്ങനെ കണ്ടിന്യൂ ചെയ്യും, ഇതെങ്ങനെ കുട്ടികളിൽ എത്തിക്കും എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. ആദ്യമേ ടീച്ചേഴ്സിന്റെ ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുത്തു. അതിനുശേഷം കുട്ടികൾക്ക് ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ തുടക്കത്തില് ഒരാശങ്കയുണ്ടായിരുന്നു. പക്ഷേ ആദ്യത്തെ ദിവസം കഴിഞ്ഞപ്പോൾ അതിനിടയിൽ ഞാൻ പറഞ്ഞോട്ടെ, ആദ്യത്തെ ദിവസവും അവസാനത്തെ ദിവസവും ഞങ്ങള് സ്കൂളിൽ വെച്ച് തന്നെയാണ് ഈ ക്ലാസ് ഓപ്പണിംഗ് സെറിമണിയും ക്ലോസിംഗ് ഡേയും സെലിബ്രേറ്റ് ചെയ്തത്. കാരണം +1 കുട്ടികൾക്ക് സ്കൂളില് വരുന്നതിനോ അതല്ല എങ്കിൽ സ്കൂൾ കാണുന്നതിനോ ഒത്തുചേരുന്നതിനോ ഉള്ള ഒരു അവസരം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അവർ വളരെ ആവേശത്തോടു കൂടി ഈ പ്രോഗ്രാമിന് പങ്കെടുത്തു. അവര് ഓരോ ദിവസവും ഞങ്ങൾക്ക് പ്രത്യേക സാഹചര്യത്തിൽ ചിലപ്പോ ഒക്കെ രാവിലെ 11 മണിക്ക് ക്ലാസ് പറയും, അപ്പോഴത് കണ്ടക്ട് ചെയ്യാൻ പറ്റുകയില്ല. പിന്നെ ഒരു 3 മണി പറയും, പിന്നെ ഒരു 7 മണി പറയും. അപ്പോഴൊക്കെ പ്രതികൂല കാലാവസ്ഥ അങ്ങനെയൊക്കെ കാരണങ്ങളാൽ പലപ്പോഴും മാറ്റി വെക്കേണ്ടി വന്നു. എന്നാലും ഇത് പൂർത്തീകരിക്കുന്നതിന് മാം ടീച്ചറെ ഇന്ന് എപ്പോഴാ ക്ലാസ് എന്ന് ചോദിച്ചുകൊണ്ട് കുട്ടികള് വളരെ ആവേശത്തോടു കൂടി ഇതില് പങ്കെടുക്കുകയും ചെയ്തു. ഞങ്ങൾക്കും ഇത് പൂർത്തീകരിച്ച് ഇത്ര നന്നായി തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിച്ചു, കോൺഫിഡൻസ് ഉണ്ടായി. അതുപോലെ തന്നെ പ്രോട്ടോടൈപ്പ് എന്നുള്ള ഇതിന്റെ ഭാഗമായി നടത്തപ്പെട്ട ഒരു പ്രത്യേക സെഷന് വളരെ അട്രാക്റ്റീവ് ആയിരുന്നു. ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികൾ, ഒരു കുട്ടിയാണേൽ ഈ ചിരട്ടത്തവി ഉണ്ടാക്കുന്ന കാര്യത്തില് വളരെ എക്സ്പെർട്ടായി 0 മുതൽ മുടക്കില് അച്ഛനും അമ്മയും കുട്ടികളും കൂടെ ചേർന്നുകൊണ്ട് അത് ഉണ്ടാക്കി അയൽ വീടുകളിൽ വിൽക്കുകയും എനിക്കാണ് സ്കൂളിൽ കൊണ്ടുവരികയും ചെയ്തു. ഞങ്ങളുടെ 1-2 ടീച്ചേഴ്സ് അത് വാങ്ങിക്കുകയും ചെയ്തു. പിന്നെ പവർ പോയിന്റ് പ്രസന്റേഷനും അതുപോലെ ക്ലാസ്, ഓൺലൈൻ ക്ലാസ് ഏറെ അട്രാക്റ്റീവ് ആയിട്ട്, കാരണം ഇതൊരു വിരസതയുള്ള ഒരു പരിപാടിയാണ്. അപ്പം ഒരാളെ ടാഗ് ചെയ്യാവോ എന്ന് പറയുന്ന പോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകളെ ഏറെ അട്രാക്റ്റീവ് ആക്കി മാറ്റുന്നതിന് സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഈ അറ്റൻഡൻസ് ആൻഡ് അസൈൻമെന്റ് ഞങ്ങളൊക്കെ ആണെങ്കിലും അസൈൻമെന്റ് വെക്കണമെന്നും പറഞ്ഞ് കുട്ടികളുടെ പുറകെ പലപ്പോഴും നടക്കാറുണ്ട്. ഇത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോയി. എൻ്റെ ക്ലാസ്സിൽ 20 കുട്ടികൾ പങ്കെടുത്തു, 11 പേർക്ക് മാത്രമാണ് സർട്ടിഫിക്കറ്റ് കിട്ടിയത്. കാരണം പലപ്പോഴും റേഞ്ചിന്റെ ഉൾനാടൻ ഗ്രാമപ്രദേശം ആയതുകൊണ്ട് തന്നെ അവർക്ക് പലപ്പോഴും ആക്സസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോ ഈ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റിനും അതുപോലെ തന്നെ ഉദ്യം ടീമിനും ഹൃദയത്തിന്റെ ഭാഷയില് സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുകയാണ്. പ്രത്യേകിച്ചും ആശ്ചര്യമാമന്റെ പ്രസന്റേഷൻ സ്റ്റൈല്, അതിലേക്കുള്ള നമ്മളുടെ ഓരോ ചെറിയ ചെറിയ സംശയങ്ങൾക്കും നിവാരണം ചെയ്തുകൊണ്ട് കുട്ടികളെ ഒരു ഉത്തരവാദിത്വമുള്ള ഒരു ഇൻഡസ്ട്രിയൽ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണേലും കോട്ടേജ് ഇൻഡസ്ട്രീസിലാണേലും പിള്ളേരെങ്ങനെ റെസ്പോൺസിബിൾ ആകണം എന്നുള്ള ഈ ഒരു പാഠം പഠിക്കുന്നതിന് വളരെയധികം സഹായിച്ച ഒന്നായിരുന്നു ഇത്. എന്തായാലും എല്ലാവർക്കും ഇതില്
ഇങ്ങനെ ഒരു ഗ്രാജുവേഷൻ സെറിമണിയിലേക്ക് എനിക്ക് സംസാരിക്കുന്നതിന് അവസരം തരികയും ചെയ്ത ഇത് എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തന്നെ, ഉദ്യം ടീമിന് ഒരിക്കൽ കൂടി, എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്, ആശ്ചര്യ മാമിന്, അതുപോലെ ശരത് സാറിന്, ഇതിലെ അധ്യാപകർക്ക്, വിദ്യാർത്ഥികൾക്ക്, ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു സോ മച്ച് സുജ മാം. സുജ മാമിന്റെ വേർഡ്സ് കേട്ടിട്ട് ഞങ്ങൾക്ക് വലിയ ഇൻസ്പിറേഷൻ ഉണ്ട്. മാം ഇത് ഓഫ്ലൈനും കുട്ടികൾക്ക് എടുത്തു. മാം പറഞ്ഞു എനിക്ക് അവരെ ഒന്ന് നേരിൽ കാണണം, സോ ആ ഒരു കണക്ട് എനിക്ക് കിട്ടുമെന്ന് മാം പറഞ്ഞായിരുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് യുവർ ബെസ്റ്റ് മാം. താങ്ക് യു. അടുത്തതായിട്ട് ഫാസിൽ എൻ സർ, GVHSS നെല്ലിക്കുത്ത്. താങ്ക് യു ആശ്ചര്യ മാം. യെസ് സർ, കേൾക്കാം. ഫാസിൽ സർ. ഹലോ, കേൾക്കുന്നുണ്ടോ? യെസ് സർ, ഇപ്പൊ കേൾക്കാം. യെസ്. ഓക്കെ, റേഞ്ചിന്റെ ഒരു പ്രോബ്ലം ആയിരുന്നു. നോ പ്രോബ്ലം സർ. ഓക്കെ, താങ്ക് യു. ഞാൻ VHSC വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. പേര് ഫാസിൽ, നെല്ലിക്കുത്ത് സ്കൂളിൽ നിന്നാണ്. അപ്പോൾ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ED ക്ലബ് കോർഡിനേറ്റേഴ്സിനുള്ള ഈ ഒരു പ്രോഗ്രാം, 10 ദിവസത്തെ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാം കുട്ടികൾക്ക് നൽകുന്നതിനായി ഫെസിലിറ്റേറ്റേഴ്സിനൊരു ട്രെയിനിങ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ വളരെയധികം ആകാംക്ഷയോടെയാണ് ആ പരിപാടി നോക്കിക്കണ്ടത്. കാരണം കഴിഞ്ഞ 10 വർഷമായി ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് കുട്ടികളിൽ എന്ത് ചലനമാണ് സൃഷ്ടിക്കുക, അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ഈ ട്രെയിനിങ്ങിൽ നിന്ന് കിട്ടുക എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് ഈ പ്രോഗ്രാമിനെ നോക്കിക്കണ്ടത്. എന്തായാലും വളരെയധികം നല്ല രീതിയിൽ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ തന്നെ ഞങ്ങൾ ED ക്ലബ് കോർഡിനേറ്റേഴ്സിന് വേണ്ട എല്ലാവിധ പരിശീലനവും ഉദ്യം ലേണിംഗ് ഫൗണ്ടേഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും അത് കുട്ടികളിലേക്ക് എത്തിക്കുവാനും ആവശ്യപ്പെട്ടു. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുന്ന സമയത്ത് ED ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പലപ്പോഴും സ്കൂളുകളിൽ പല സ്റ്റാളുകൾ ചെയ്യാറുണ്ട്. അതുപോലെ സെമിനാറുകളും ഇൻഡസ്ട്രിയൽ വിസിറ്റുകളും അതുപോലുള്ള ഒരു പ്രോഗ്രാമുകളൊക്കെ പലപ്പോഴും നടത്താറുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് കുട്ടികളെ കൊണ്ടൊരു സംരംഭം 10 ദിവസത്തിനകത്ത് സ്റ്റാർട്ട് ചെയ്യുക, അതിൽ നിന്ന് എത്രമാത്രം ലാഭം കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച്, അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കാൻ പറ്റുക, അവരിൽ എന്ത് ചലനമാണ് സൃഷ്ടിക്കാൻ പറ്റുക എന്നുള്ള ഒരു ആകാംക്ഷയിൽ ഈ പ്രോഗ്രാം ആരംഭിച്ചു. തീർച്ചയായിട്ടും അത് തുടങ്ങി ഒരു ഫസ്റ്റ് സെഷൻ കഴിഞ്ഞതോടുകൂടി തന്നെ വലിയൊരു മാറ്റം കുട്ടികളിൽ ഉണ്ടാക്കാനായിട്ട് ഈ പ്രോഗ്രാമിന് സാധിച്ചു എന്ന് മനസ്സിലായി. കാരണം ഒരു 2 ദിവസം കഴിഞ്ഞ് സെഷൻ തുടങ്ങി 2 ദിവസം കഴിഞ്ഞ് ബ്രെയിൻ സ്ട്രോമിങ്ങിലൂടെ 100 ആശയങ്ങൾ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ കുട്ടികളുടെ മനസ്സിലുള്ള പല ആശയങ്ങളും നമ്മൾ പോലും ചിന്തിക്കാത്ത തരത്തിൽ കുട്ടികൾ ചിന്തിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാനും അതിന്റെ ഒരു ഐഡിയ ഫൈനലൈസേഷൻ സ്റ്റേജിൽ ടീമിൽ നിന്ന് വ്യക്തമായിട്ടുള്ള ഒരു ഗൈഡൻസ് ലഭിച്ചിരുന്നു. 0 to 500 ഇൻവെസ്റ്റ്മെന്റിലും നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ ചുറ്റുപാടുകൾ ലഭിക്കുന്ന അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് ഉപയോഗിച്ച് ആരംഭിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ അവിടെയൊക്കെ കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് കൊടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ 24 കുട്ടികൾ ട്രെയിനിങ് സെഷനിൽ ഉണ്ടായിരുന്നെങ്കിലും അതിൽ ഒരു 22 പേരും സംരംഭം ആരംഭിക്കുന്ന ഒരു നിലയിലേക്ക് എത്തി എന്നുള്ളതാണ്. ഇത് കൂടാതെ ഒരു സംരംഭം തുടങ്ങുന്നത് മുതൽ, അതിന്റെ ഐഡിയ സെലക്ട് ചെയ്യുന്നത് മുതൽ, അതിന്റെ സാമ്പിൾ പ്രോട്ടോടൈപ്പിംഗ് ഉണ്ടാക്കി അത് കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചുകൊണ്ട് അതിന്റെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക, അതിന്റെ മാർക്കറ്റിംഗ്, സെല്ലിംഗ്, അതിന്റെ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് കൈകാര്യം ചെയ്യുക, ഇങ്ങനെ കുട്ടികളുടെ ഓരോ ഘട്ടങ്ങളിലും അവർക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ രീതിയിൽ അവർക്ക് വേണ്ട ഫീഡ്ബാക്ക്, അവർക്ക് വേണ്ട ഇൻപുട്ട് നൽകുന്നതിൽ വളരെയധികം
വളരെ ശ്രദ്ധിച്ചുണ്ടാക്കിയ ഒരു മൊഡ്യൂൾ അത് കുട്ടികൾക്ക് കൊടുക്കുവാനായിട്ട് സാധിച്ചു എന്നും അത് അവരെ വളരെയധികം സഹായിച്ചു എന്നുള്ളതും അവരുടെ ഫൈനൽ ആയിട്ടുള്ള കണക്കുകൾ സൂചിപ്പിക്കുകയാണ്. കാരണം എന്റെ സെഷൻ തുടങ്ങിയ 18 പേരുടെയും ബിസിനസ് അവര് ചെറിയതായ രീതിയിലുള്ള ഒരു ലാഭം ഉണ്ടാക്കി എന്നുള്ളതും, ഇനി പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെയും അവരെവിടെയാണ് പരാജയപ്പെട്ടത് എന്ന് മനസ്സിലാക്കി അതിൽ നിന്നും പുതിയ പാഠങ്ങൾ ഉൾക്കൊള്ളുവാനായിട്ട് സാധിച്ചു എന്നുള്ളതും വളരെയധികം സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ നേരത്തെ ശരത് സാർ പറഞ്ഞു, നമ്മളുടെ കേരള കൾച്ചറിൽ വരുന്ന സമയത്ത് ഞങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നം കൂടിയാണ്. സാധാരണ കുട്ടികളെ സംരംഭകത്വം പഠിപ്പിക്കുമ്പോൾ +1 +2 മേഖലയിലെ കുട്ടികളെ സംരംഭകത്വം പഠിപ്പിക്കുമ്പോൾ അതിനേക്കാൾ ഉപരിയായി അവർ ഹയർ സ്റ്റഡീസും മറ്റു ജോലി അന്വേഷിക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ആ രീതിയിലുള്ള പഠനത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികൾ ഒരിക്കലും സംരംഭക രംഗത്തേക്ക് വരാനായിട്ട് താല്പര്യപ്പെടാറില്ല. അപ്പോൾ ആ രീതിയിൽ കുട്ടികൾ ചിന്തിക്കുന്ന കുട്ടികളെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് മാത്രമല്ല അതിനേക്കാൾ ഉപരിയായി മറ്റു സാധ്യതകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുന്നതിന് ഈ 10 ദിവസത്തെ ട്രെയിനിങ് സഹായിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല കുട്ടികളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കമ്മ്യൂണിക്കേഷനിലെ ഡെവലപ്മെന്റ് ആദ്യഘട്ടങ്ങളിലേക്ക് അവർ റെസ്പോണ്ട് ചെയ്യാൻ വളരെയധികം പഠിച്ചിട്ടുണ്ടെങ്കിൽ അവസാന ഘട്ടമായപ്പോഴേക്കും വളരെയധികം കമ്മ്യൂണിക്കേഷൻ വളരെ എഫക്റ്റീവായി. സെല്ലിങ്ങിനൊക്കെ പോകുന്ന പല കുട്ടികൾക്കും പുതിയൊരു അനുഭവമായിരുന്നു. അതുപോലെ പ്രോബ്ലം സോൾവിങ് എബിലിറ്റി, ഡിസിഷൻ മേക്കിംഗ്, ക്രിയേറ്റീവ് തിങ്കിങ്, ഇതുപോലെ ഓരോ മേഖലയിലും അവരുടെ ലൈഫ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് വളരെയധികം ഈ ട്രെയിനിങ് സഹായിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും എനിക്ക് കിട്ടിയ തിരിച്ചറിവ് എന്ന് പറയുന്നത് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് എന്നുള്ള ഒരു സബ്ജക്ട് തിയറിറ്റിക്കൽ ആയിട്ട് പഠിച്ചതുകൊണ്ട് മാത്രം കുട്ടികൾക്ക് ഒന്നും നേടുവാനായിട്ട് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ കുറച്ച് ഇൻഡസ്ട്രിയൽ വിസിറ്റോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു നമ്മൾ സ്കൂളിൽ കുറച്ച് സ്റ്റാൾ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ വളരെ സ്റ്റാർ ആയിട്ടുള്ള കുട്ടികൾ മാത്രം ഫ്രണ്ടിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും എല്ലാ കുട്ടികളെയും ഇതേപോലുള്ള ഒരു പ്രോസസ്സിലൂടെ കടത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കൾച്ചർ, കേരള കൾച്ചർ, ജോലി അന്വേഷിക്കുക അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസ് എന്നുള്ള ആ ഒരു സാഹചര്യം മാത്രം ഉപേക്ഷിച്ചുകൊണ്ട് പല കുട്ടികളും അവരിപ്പോൾ പഠിക്കുന്നതിൽ അധികം താല്പര്യമില്ലെങ്കിൽ പോലും അവർക്ക് തീർച്ചയായിട്ടും അവർ ബിസിനസ് മെന്റാലിറ്റിയും ഇതുപോലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആശയങ്ങളും അവരുടെ മനസ്സിലുണ്ടാവും. അവർക്ക് ആ മേഖലയിൽ വിജയിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരം നമുക്ക് മുൻപിലേക്ക് വെച്ച് തന്നത് കീടും ഉദ്യം ടീമും കൂടിയാണ്. എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. അതുപോലെ ശരത് സാറിനെ കൊണ്ട് എനിക്കൊരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത്, ഞങ്ങൾ എല്ലാ ED ക്ലബിനും വേണ്ടിയുള്ളതാണ്. ഞങ്ങളുടെ സ്റ്റുഡൻസ് പലരും പറഞ്ഞു, എന്തെങ്കിലും ഒരു സ്റ്റുഡന്റ് ഓണ്ടർപ്രണർഷിപ്പ് എന്നുള്ള രീതിയിൽ അവർക്കൊരു സംരംഭം ആരംഭിക്കാൻ എന്തെങ്കിലും ഒരു അസിസ്റ്റൻസ് ED ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് വഴി ചെറിയൊരു തുകയാണെങ്കിലും അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ, കുറച്ചു പേർക്കെങ്കിലും 1-2 പേർക്ക് ഒരു ED ക്ലബിന്റെ കീഴിൽ കൊടുക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഈ മേഖലയിലേക്ക് വരാനായിട്ട് കൂടുതൽ താല്പര്യമുണ്ടാവും. അപ്പോൾ കീടിന്റെ ഭാഗത്ത് നിന്ന് തുടർന്നും ഇതുപോലുള്ള ട്രെയിനിങ്ങുകളും സഹായങ്ങളും എല്ലാം ED ക്ലബിന് ഉണ്ടായിരിക്കണം, ഞങ്ങൾക്കുണ്ടായിരിക്കണം. എങ്കിൽ കൂടുതൽ സംരംഭക രംഗത്തേക്ക് കേരളത്തിൽ പ്രത്യേകിച്ചും നമുക്ക് വിദ്യാർത്ഥികളെ കൊണ്ടുവരുവാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ ഏറ്റവും അധികം നന്ദി പറയേണ്ടത് നസ്രിൻ മാം, ആശ്ചര്യ മാം, സുരഭി മാം, അഖിൽ സാർ, ഉദ്യം ടീമിനോടാണ്. എല്ലാവിധ സപ്പോർട്ടും ഒരു കുട്ടിയെ കൈപിടിച്ച് നടത്തുന്ന, കുട്ടിയെ മാത്രമല്ല ഞങ്ങൾ അധ്യാപകരെയും കൈപിടിച്ച് നടത്തുകയായിരുന്നു. ഓരോ സ്റ്റെപ്പും കയറുന്നതിനോടൊപ്പം വളരെ ശ്രദ്ധയോടെ കാലിടറാതെ ആ മുകളിലേക്ക് വരുന്ന, ആ മുകളിൽ എത്തുന്നത് വരെയും ഞങ്ങളെ കൈപിടിച്ച് നടത്തി. അതേപോലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളെയും കൈപിടിച്ച് നടത്താനായി സാധിച്ചു. ആ രീതിയിലുള്ള ഒരു മൊഡ്യൂൾ തയ്യാറാക്കി. നേരത്തെ പറഞ്ഞതുപോലെ ബിനോയ് സാർ പറഞ്ഞതുപോലെ പവർ പോയിന്റ് പ്രസന്റേഷൻ തന്നു, സ്ക്രിപ്റ്റ് തന്നു, അതുപോലെ വോയിസ് നോട്ട് തന്നു. ഇങ്ങനെ എന്തെല്ലാമാണോ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം അതാത് സമയങ്ങളിൽ തന്നുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും തന്ന ഉദ്യം ടീമിനും അതുപോലെ ഈ പ്രോഗ്രാം നടത്തിയ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റിനും കീടിനും അതുപോലെ എന്നോടൊപ്പം സഹകരിച്ചുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ബിനോയ് സാർ ഉൾപ്പെടെ ഒരുപാട് പേര് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ട്. വളരെയധികം അതൊക്കെ സഹായകരമായിട്ടുണ്ട്. ഒരു സെഷൻ പുറകിലായിരുന്നു ഞാൻ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്, അവിടേക്ക് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഇതുപോലെ കുട്ടികളുടെ ഭാഗത്ത് നിന്നാണെങ്കിലും അവരുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആശയങ്ങളൊക്കെ ഷെയർ ചെയ്തപ്പോൾ മറ്റു കുട്ടികൾക്കെല്ലാം പുതിയ പുതിയ ആശയങ്ങൾ കണ്ടെത്താനൊക്കെ സഹായിച്ചിട്ടുണ്ട്. എല്ലാവർക്കും 1000 നന്ദി. നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു. കുട്ടികളെ ഇത്രമാത്രം ഉയരത്തിലെത്തിക്കുന്നതിന് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഇനിയും ഇതുപോലുള്ള പരിപാടികൾ നടത്തണം എന്നുള്ളതാണ് ആഗ്രഹം. അതിനുവേണ്ടി ഇനിയും എന്ത് പിന്തുണയും ED ക്ലബ് കോർഡിനേറ്റേഴ്സ് എന്നുള്ള ഭാഗത്ത് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും. നിങ്ങൾ അത് ഒരു ഞങ്ങൾക്ക് വേണ്ട ഒരു സഹായം ചെയ്തു തരിക എന്നുള്ളത് മാത്രമേ വേണ്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് ഫാസിൽ സർ. ഫാസിൽ സർ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. നിങ്ങളെല്ലാം ടീച്ചേഴ്സ് നിങ്ങളുടെ എക്സ്പീരിയൻസസ് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ട് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടും ഞങ്ങൾ അത് എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. ഇൻഫാക്ട് ദാറ്റ് ഇതൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ക്രിയേറ്റ് ആകുന്ന ഓരോ ടീച്ചേഴ്സ് അവരവരുടെ
സെഷൻസ് കഴിഞ്ഞതും ഒരു എക്സ്പീരിയൻസ്, എന്താണ് അവർ അതിൽ പഠിച്ചത്, ഇല്ലെങ്കിൽ എന്താണ് മാറ്റങ്ങൾ വരുത്താൻ ബാക്കി ടീച്ചേഴ്സിന് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, അത് നോക്കിയിട്ടാണ് അവർ ഷെയർ ചെയ്തത്. സോ സാർ പറഞ്ഞാല് സാർ യൂസ് ടു കീപ്പ് us അപ് ടു ഡേറ്റ്, സ്റ്റുഡൻസിന്റെ ക്ലാസ്സിൽ എന്താ നടക്കുന്നത്, ഇങ്ങനത്തെ പ്രശ്നമുണ്ട്, എങ്ങനെയാ ഞാനത് മുന്നോട്ട് പോകേണ്ടതെന്ന് കുറെ പ്രാവശ്യം ഞങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. സോ ടീച്ചേഴ്സ് എല്ലാവരും കൂടി ദേ വർ ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്, അവരെ എടുത്തോണ്ട് പോയ ഒരു പ്രോഗ്രാം ആണിത്. സോ ഇതൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ഞങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. സോ ഇത് ടീച്ചേഴ്സ് ഇല്ലാതെ ഞങ്ങൾക്ക് പറ്റത്തില്ലായിരുന്നു. സോ ടീച്ചേഴ്സ് താങ്ക് യു സോ മച്ച്. പിന്നെ ഈ പ്രോഗ്രാമിന്റെ ഈ പ്രോഗ്രാമിന്റെ ഒരു കംപ്ലീറ്റ് ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളാണ്. ഇത് അവരിൽ എത്തിയിട്ട് അവർക്ക് ഇത് എത്ര പ്രയോജനപ്പെട്ടു ഈ പ്രോഗ്രാം, അതാണ് നമുക്ക് നെക്സ്റ്റ് അറിയേണ്ടത്. സോ സ്റ്റുഡൻസിനെ ഞാൻ വെൽക്കം ചെയ്യാണ്, നമ്മുടെ ലിറ്റിൽ റോക്ക് സ്റ്റാർസ്, നമ്മുടെ സംരംഭകരെ വെൽക്കം ചെയ്യാണ് അവരുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാനായിട്ട്. ആദ്യമായിട്ട് അനുജ എസ് കുമാർ ഫ്രം PUM VHSS പള്ളിക്കൽ. ഹായ്, എൻ്റെ പേര് അനുജ എസ് കുമാർ. ഞാൻ PUM VHSS പള്ളിക്കൽ സ്കൂളിലെ +1 കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആണ്. ഈ 10 days ട്രെയിനിങ്ങിന്റെ ഭാഗമായി എനിക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു. എൻ്റെ ബിസിനസ് ബോട്ടിൽ ആർട്ട് ആണ്. ഞാൻ ഇതിനു മുമ്പും ബോട്ടിൽ ആർട്ട് ഒക്കെ ചെയ്യുമായിരുന്നു, പക്ഷേ ഇതൊരു ബിസിനസ് ആക്കി വളർത്തിയെടുക്കാമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഈ 10 days ട്രെയിനിങ്ങിന് ശേഷം എനിക്ക് ഒരു സെൽഫ് കോൺഫിഡൻസും ഒരു റിസ്ക് എടുക്കാനുള്ള ഒരു കഴിവും എല്ലാം കിട്ടി. ഞാൻ ഇതിന് ആകെ ഇൻവെസ്റ്റ് ചെയ്തത് 150 ആണ്. എനിക്കിപ്പോ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ എനിക്ക് തിരിച്ചു കിട്ടി പ്രോഫിറ്റ് ആയിട്ട്. ഞാൻ ഇത് സെല്ല് ചെയ്യാൻ യൂസ് ചെയ്ത പ്ലാറ്റ്ഫോം ഓൺലൈൻ ആണ്. ഫേസ്ബുക്കിലും വാട്സാപ്പിലും പിന്നെ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഞാൻ പോസ്റ്റർ തയ്യാറാക്കി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പോസ്റ്ററൊക്കെ കണ്ടിട്ട് ധാരാളം ഓർഡറുകളും പിന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമന്റുകളും ഒക്കെ കിട്ടി. ഈ പ്രോഗ്രാം എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ ഒരു എന്റർപ്രണറിന് വേണ്ട എല്ലാ ക്വാളിറ്റീസും എനിക്ക് മനസ്സിലായി. ഓരോ ദിവസത്തെയും അസൈൻമെന്റ് ചെയ്യുമ്പോഴും വർക്ക് ചെയ്യുമ്പോഴും ഒക്കെ ഇതിനോടൊരു ഇൻട്രസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഞങ്ങൾക്ക് ഇത്രയും നല്ല ഒരു പ്രോഗ്രാം ഇവിടെ ഒരുക്കി തന്ന ഉദ്യം ഫൗണ്ടേഷനോടും പിന്നെ ഞങ്ങളുടെ ഫെസിലിറ്റേറ്റർ ഷാജഹാൻ സാറിനോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു അനുജ, താങ്ക് യു ഫോർ ഷെയറിംഗ് യുവർ എക്സ്പീരിയൻസ്. അടുത്തതായിട്ട് സച്ചു എസ് പിള്ളൈ ഫ്രം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പുനലൂർ. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ് സച്ചു. കേൾക്കാം സച്ചു, പറഞ്ഞു. ഓക്കെ മാഡം. ഫസ്റ്റ് ആയിട്ട് എനിക്ക് ഉദ്യം ശിക്ഷ ഫൗണ്ടേഷനോടും കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എന്റർപ്രണർ ഡെവലപ്മെന്റിനോട് ഒരു ബിഗ് താങ്ക്സ് പറയാൻ ആഗ്രഹിക്കുക. കാരണം ഞാനൊരു പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു +1 കൊമേഴ്സ് സ്റ്റുഡന്റ് ആണ്. പക്ഷെ എനിക്ക് അങ്ങനെ ബിസിനസ് ചെയ്യുന്നതിനോടൊരു താല്പര്യമൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അപ്പം ഞാനൊരു അത്രയ്ക്കൊരു ഇൻട്രസ്റ്റോടെ അല്ല ഞാൻ ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തത്. പക്ഷെ ഫസ്റ്റ് ഡേ 0 തൊട്ടേ എനിക്ക് അതിന്റെ ഒരു ഇൻട്രസ്റ്റ് നല്ലപോലെ അതിനോടൊരു താല്പര്യം വളരെ നന്നായിട്ട് വന്നു തുടങ്ങി. അപ്പം അതിനാണ് ഞാൻ നന്ദി പറഞ്ഞത്. എനിക്ക് വളരെ എന്താ പറയാ നല്ല ഇൻട്രസ്റ്റ് തോന്നി അതിനോട്. ഇത് എന്താ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കാം, എങ്ങനെയൊക്കെ കസ്റ്റമേഴ്സിനോട് എന്താ പറയാ ഇന്ററാക്ട് ചെയ്യാം, അവരായിട്ട് നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റി, നമ്മുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി എങ്ങനെ അവരെ പറഞ്ഞ് മനസ്സിലാക്കാം, അതിനൊക്കെ ഒരു സ്കില്ല് വേണം അല്ലേ. അതൊക്കെ നമുക്ക് ഈ നമ്മുടെ ഉദ്യം ശിക്ഷ ഫൗണ്ടേഷൻ ഒക്കെ അവരുടെ ക്ലാസ്സസ് നമുക്ക് തന്ന ട്രെയിനിങ് വളരെ ഭയങ്കര ഒരു എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ലെന്ന് പറയുന്നോട്ടാ. അത്രയും നമുക്ക് ഞാൻ ചെയ്ത ബിസിനസ് എന്ന് പറയുന്നത് പിക്കിൾ ബിസിനസ് ആയിരുന്നു. അപ്പം എനിക്ക് അത്രമാത്രം പ്രോഫിറ്റ് ഒന്നും ഏൺ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ പോലും നമ്മളിപ്പം ആദ്യം തന്നെ നമ്മൾ ചെയ്യുമ്പോൾ സക്സസ് ആവണം എന്നില്ലല്ലോ. അപ്പം പറ്റില്ല പോലും എനിക്ക് അതിനൊരു ഇൻട്രസ്റ്റ് വരാൻ പറ്റി തന്നെ ഞാൻ വലിയ ഭാഗ്യമായിട്ട് കരുതാണ്. അവർ ഉദ്യം ശിക്ഷയുടെയും കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് എന്റർപ്രണർ ഡെവലപ്മെന്റ് അവര് നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ചെയ്ത ബിസിനസ് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ അത്രത്തോളം എനിക്ക് അങ്ങനെ ഏൺ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവരുമായിട്ടുള്ള ഈ അടുത്തുള്ള നെയ്ബേഴ്സ് ആയിട്ട്, എന്റെ റിലേറ്റീവ്സ് ആയിട്ട്, അടുത്തുള്ള ഷോപ്പ് കീപ്പേഴ്സ് ആയിട്ടൊക്കെ നല്ലൊരു ഇന്ററാക്ട് ചെയ്യാൻ പറ്റി. അവരുമായിട്ടൊരു എന്താ പറയാ അവരുമായിട്ട് നല്ലൊരു ഇന്ററാക്ട് ചെയ്ത് എന്റെ പ്രോഡക്റ്റിനെ പറ്റിയുള്ളൊന്ന് എനിക്ക് ഇത്രയും നന്നായിട്ട് ഇത്രയും സ്കില്ലൊക്കെ ഉണ്ട്. അവരുമായിട്ട് എങ്ങനെയൊക്കെ സംസാരിക്കാം, എങ്ങനെയൊക്കെ എന്റെ പ്രോഡക്റ്റിനെ പറ്റിയുള്ള അപ്പൊ അതൊക്കെ നമുക്കൊരു എക്സ്പീരിയൻസ് ആണല്ലോ. അതിനൊക്കെ വളരെ സഹായിച്ചത് ഉദ്യം ശിക്ഷ ഫൗണ്ടേഷനും അതുപോലെ KIED ആണ്. അതുപോലെ തന്നെ എന്താ പറയാ
ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഞാൻ ആദ്യമായിട്ടാണ് ഓൺലൈൻ ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ ഞാൻ ആദ്യമായിട്ടാണല്ലോ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പം അതിനെ പറ്റിയുള്ള പോസ്റ്റേഴ്സ് ഒക്കെ എന്താ പറയാ, അതൊക്കെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എനിക്ക്. അപ്പൊ അതൊക്കെ ചെയ്യാൻ പറ്റുന്ന, അപ്പം നമുക്ക് അതിനൊരു ചാൻസ് കിട്ടുമ്പോൾ നമ്മളത് ചെയ്യണമല്ലോ. അങ്ങനെ ചാൻസ് അപ്പം ഞാൻ മാത്രമല്ല, അതുപോലെ ഒരുപാട് പേർക്ക്, ഞാൻ മാത്രമല്ല ഒരുപാട് ഇപ്പൊ തന്നെ കണ്ടല്ലോ, കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള കുട്ടികളാണ്, എന്നെ പോലുള്ള എത്രയോ പേരിരിക്കുന്നു. അപ്പൊ അവർക്കൊക്കെ അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നുകയാണ്. അതുപോലെ എന്റെ ഫെസിലിറ്റേറ്റർ വിനോദ് കുമാർ സാറ് മീറ്റിംഗിലുണ്ട്. സാറിനോട് ബിഗ് താങ്ക്സ് പറയാണ്. സാറും എന്താ പറയാ 100% അതിൽ ഇൻവോൾവ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. സാറും അതുപോലെ ആശ്ചര്യ മാഡം, സുരഭി മാഡം, നിങ്ങളുടെയൊക്കെ വലിയൊരു സപ്പോർട്ട് നമുക്കൊരു എന്താ പറയാ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്രത്തോളം ഞാൻ പറഞ്ഞില്ലേ ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ആദ്യം തന്നെ സക്സസ് ആവണമെന്നില്ല, സക്സസ് ആവാതിരുന്നിട്ടും അതിനെ കളഞ്ഞിട്ട് പോകണമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. വീണ്ടും ഫ്യൂച്ചറിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റട്ടെ. അതിനുള്ള ഒരു എന്താ പറയാ, അതിനൊക്കെ ഉള്ളൊരു എങ്ങനെ ചെയ്യാം. നമ്മൾ ബിസിനസ് സ്റ്റഡീസ് പഠിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനകത്ത് ഇത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ലല്ലോ. അതിനകത്ത് എങ്ങനെയൊക്കെ പ്രോട്ടോടൈപ്പ് ചെയ്യാം, എങ്ങനെയൊക്കെ മാർക്കറ്റ് ചെയ്യാം, അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇതായിട്ടുള്ള ഇത് കൊണ്ടാണ് നമുക്ക് പറ്റിയത്. ഓക്കെ, ബിഗ് താങ്ക്സ് ഫോർ യു. ഓക്കെ മാഡം, താങ്ക് യു. Thank you, Sachu. Thank you so much for sharing. അടുത്തതായിട്ട് സ്നേഹ മോഹൻ, SNDP HSS അടിമാലി. താങ്ക് യു മാം. ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സ്നേഹ മോഹൻ. ഞാൻ SNDP വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അടിമാലിയിലെ +1 വിദ്യാർത്ഥിനിയാണ്. ഈ കഴിഞ്ഞ 10 ദിവസത്തെ OEP പ്രോഗ്രാം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം 10 ദിവസം കൊണ്ട് ഒരു ബിസിനസ് തുടങ്ങുക എന്നതും അത് ഒരു ലാഭത്തിലേക്ക് എത്തിക്കുക എന്നതും ഞാൻ എൻ്റെ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യമായിരുന്നു. അതാണ് ഈ OEP പ്രോഗ്രാമിലൂടെ എനിക്ക് സാധിച്ചത്. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാകുമെന്നും എന്തൊക്കെയാണ് അതിനെ നേരിടാൻ വേണ്ട കാര്യങ്ങളെന്നും ഈ OEP പ്രോഗ്രാമിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഒരു ബിസിനസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പോലും കരുതിയിരുന്നില്ല അതിനൊരു പ്രോട്ടോടൈപ്പ് വേണം, ഒരു മാർക്കറ്റിംഗ് പ്ലാൻ വേണം എന്നൊക്കെ. അത് ഈ പ്രോഗ്രാമിലൂടെയാണ് എനിക്ക് മനസ്സിലായത്. ബിസിനസ് വെറുതെ ചെന്നങ്ങ് തുടങ്ങാൻ പറ്റില്ല, അതിനു മുമ്പ് ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സ് ഒക്കെ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന്. അതുപോലെ തന്നെ ഒരു ബിസിനസ് ഈ ഒരു സ്റ്റെപ്സ് ഒക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ 100% വിജയത്തിൽ എത്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ തിരഞ്ഞെടുത്തത് മാസ്ക് ബിസിനസ് ആയിരുന്നു. അത് തിരഞ്ഞെടുക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഈ ഒരു കോവിഡ് സിറ്റുവേഷനിൽ മാസ്ക് ഇല്ലാതെ നമുക്ക് പുറത്തിറങ്ങാൻ പോലും സാധിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് മാസ്ക് ഒരു എസെൻഷ്യൽ തിങ് ആയതുകൊണ്ട് തന്നെ മാസ്ക് ബിസിനസ് എനിക്ക് വളരെയധികം നല്ല പ്രോഫിറ്റ് ആണ് തന്നത്. ഞാനും ഇതേപോലെ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയാണ് അത് സെല്ല് ചെയ്തത്. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് അതുപോലെയുള്ള സോഷ്യൽ മീഡിയാസിലൊക്കെ ഞാൻ എൻ്റെ മാർക്കറ്റിംഗ് പ്ലാൻസ് ഷെയർ ചെയ്യുകയും അവിടെ നിന്ന് എനിക്ക് നല്ല റെസ്പോൺസസ് ആണ് കിട്ടിയത്. അതിലൂടെ എനിക്ക് നല്ല രീതിയിൽ തന്നെ ലാഭവും ലഭിച്ചു. പിന്നെ ഈ ഉദ്യം ടീം സംഘടിപ്പിച്ച ഒരു ലൈവ് ഓൺടർപ്രണർ സെഷൻ ഉണ്ടായിരുന്നു. അതിലൂടെ 2 ഓൺടർപ്രണേഴ്സിന്റെ അവരുടെ ബിസിനസ് ജേർണീസും അവരെന്തൊക്കെയാണ് അവരുടെ ഒരു പ്രതിസന്ധികൾ എന്നൊക്കെ പങ്കിട്ടപ്പം നമുക്കത് വളരെ ഇൻസ്പിറേഷണൽ ആയിട്ടും വളരെ ഒരു ബെനിഫിഷ്യൽ ആയിട്ടും തോന്നി. അപ്പം അതൊക്കെ നമ്മളെ ഈ ബിസിനസ്സിൽ വിജയിപ്പിക്കാൻ സാധിച്ചു. അതുപോലെ ഈ ഒരു ഏജിൽ ഞങ്ങൾക്ക് ഇതേപോലത്തെ ഒരു ബിസിനസ് ചെയ്ത് വിജയിപ്പിക്കാനാകുമെങ്കിൽ ഇനിയും മുമ്പോട്ട് ഇതിലും വലിയ ബിസിനസ് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഈ OEP പ്രോഗ്രാമിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികളും ഏതെങ്കിലും ഒരു തരത്തിലൊരു ബിസിനസ് ചെയ്തവരാണ്. അവർക്ക് എല്ലാവർക്കും ഭാവിയിൽ ഇതിലും വലിയ ബിസിനസ് ഇതിലും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ കരുതുന്നു. അതേപോലെ തന്നെ ഞങ്ങളുടെ ED ക്ലബ് കോർഡിനേറ്ററായ സിജി ടീച്ചേഴ്സിനെല്ലാം ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ ഒരു 2 hours സെഷൻ ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതിൽ ടീച്ചറിന് ഒരുപാട് നന്ദി. അതേപോലെ തന്നെ ഉദ്യം ലേണിംഗ് ഫൗണ്ടേഷനും കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓൺടർപ്രണർ ഡെവലപ്മെന്റിനും ഒരുപാട് നന്ദി. താങ്ക് യു. താങ്ക് യു സ്നേഹ. താങ്ക് യു സ്നേഹ, സച്ചു ആൻഡ് അനുജ. ഞങ്ങൾ സംസാരിക്കാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ 3 പേരും ഒരു സംശയമില്ലാതെ വേഗം അക്സെപ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു ഞങ്ങൾ സംസാരിക്കാന്ന്. അതിൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു ചെറിയ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഞങ്ങൾ അച്ചീവ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ കോൺഫിഡൻസ്, നിങ്ങളുടെ ആ ക്ലിയർ തോട്ട് പ്രോസസ് കണ്ടിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല സന്തോഷമാവുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എല്ലാവരും ഏറ്റവും ആവേശകരമായിട്ട് കാത്തിരിക്കുന്ന നിമിഷമാണ്. പ്രോഗ്രാം പൂർത്തീകരിച്ച ഞങ്ങളുടെ ടീച്ചേഴ്സ് ആൻഡ് ലിറ്റിൽ സംരംഭകരെ അംഗീകരിക്കാനുള്ള അടുത്ത ഒരു ചടങ്ങാണ്. KIED ആൻഡ് ഉദ്യം ലേണിംഗ് ഫൗണ്ടേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. So I welcome Surabhi from Udyam Learning Foundation to take it forward. Thank you so much, Ascharya. Hello everyone, I'm Surabhi and I work with Udyam Shiksha program. Before I start, it would be lovely if we could see a few of your faces. So for whoever it is possible, please turn on your camera. It will be nice to see you.
Also, I will be calling out the names of the teachers who have gone through the entire training program and also done a fabulous job in implementing the program. Also, we will be presenting the names of the students who have graduated from your classes. So while I do that, it will be awesome if your name is called out. Please unmute and say hello to everyone so that we know that you are here. Before I get started with that, I just want to thank all the teachers who have been the chief torch bearers of this program. This program would not have been possible without all of your hard work, all of your effort, and just the whole sense of community that you all built. It was amazing to see all of you help each other out and encourage each other. So thank you so much to all of you, and congratulations, dear teachers. We are really proud of you and really grateful to you. Also, congratulations to all the students who are watching this live on YouTube. That takes so much courage, and we are really proud of all of you. Ashwarya, could you please screen share? Yes, sure. 1 minute. Surabhi, can you see? Yes. Sharad sir, we'd also love for you to stay back for the entire program and also share a few words of wisdom and encouragement once the certificate presentation is done. We'd love for you to speak a few words then. Congratulations, Ahmed Badar sir. If you are on this call, please unmute yourself and say hello. That will be really great. Next slide, please. Anita Kumari ma'am, thank you so much for doing so well. Here are the students who graduated from her class. I hope all of you can just unmute and clap while these names are being shown and seen. Thank you. Anita Kumari ma'am. Thank you. Arul Jyoti ma'am, thank you so much and congratulations. Clapping. Vinay sir, thank you so much. Hello. Here are the students who have graduated from the Vinay sir's class. We'll just leave the screen on for 10 seconds so that you can go through all the names. We hear some beautiful music also in the background. Yeah, it's so nice. Yes. Deepa Mole ma'am, thank you so much. I hope you are on the call. If you are, please say hello. Here are the students who graduated from Deepa Mole ma'am's class. Next slide, please. Fazil sir. Hello. Here are the students who have graduated from Fazil sir's class. Thank you, ma'am. Thank you, sir. Hey, Usha ma'am, congratulations. Here are the students who graduated from Usha ma'am's class. Hi, ma'am. So nice to have you. Congratulations, ma'am. Yuji Lally Jose, ma'am. Congratulations. Here are the students who graduated from Liji ma'am's class. Ma'am, are you there on the call? If you are, please say hello. Matthews Jones, sir. I saw you on the call, so please say hello. Hello. Hello all. Congratulations, sir. Here are the students who graduated from Matthew sir's class.
R. Vijay Kumar sir, congratulations. Thank you very much. Thank you very much. Can we have the names of students who graduated from sir's class? Thank you, sir. Thank Congratulations, you. students. Thank you. Thank you. Ramya Mol ma'am, congratulations. Here are the students who graduated from Ramya ma'am's class. Ma'am, are you on the call? Please say hello if you are. Thank you so much. Thank you, ma'am. And congratulations to all the students as well. Rita ma'am, congratulations on completing the program. Here are the students who graduated from Rita ma'am's class. Hello. Ma'am, Hello. Hello. Hi, ma'am. Thank you. Hello. Hello. Thank you. Hello. Hello. Yes, ma'am, we can hear you. Thank you so much for being a part of this. Thank you, sir. Sabura ma'am, here are the students who graduated from Sabura ma'am's class. Ma'am, if you are here, please say hello. I'll go next, Surabhi. Sajir sir, congratulations. Hello. Hi. And here are the students who graduated from Sajir sir's class. Congratulations, students. Next slide, please. Sandhya Gopi ma'am, congratulations. I can see you here. Thank you, ma'am. Thank you so much. Congratulations, ma'am. And here are all the students who graduated from Sandhya ma'am's class. Congratulations, students. Hello. Next. Shahjahan. Shahjahan sir, congratulations. Thank you, ma'am. Thank you. Nice to have you here, sir. Here are the students who graduated from Shahjahan sir's class. Thank you, ma'am. Congratulations, students. Shali ma'am, congratulations. Okay, thank you. Thank you, Udhyam. Here are all the students who graduated from Shali ma'am's class. Congratulations to the students as well. Thank you. Shija ma'am, congratulations. Are you here? You, ma'am. Hi ma'am, congratulations. Thank you for being here. Thank you, ma'am. Here are the students who graduated from Shija ma'am's class. Congratulations, students. Sichi ma'am. Hello. Hi ma'am, congratulations. Thank you. Here are the students who graduated from Sichi ma'am's class. If you cannot clap on audio, please put up the claps reaction if you can. And here are the students who graduated from Sichi ma'am's class. Congratulations, students. Thank you. Sister Jolly, are you here? Congratulations. And here are all the students who graduated from Sister Jolly's class. Thank you. Smita ma'am, congratulations. Thank Smita, you. Thank you, ma'am. here are the students who graduated from Smita ma'am's class. Sorry, I think there's a That's okay. issue in the name. I think the students are correct. Okay. Smita ma'am, പേര് correct ആണോ students ന്റെ? കുഴപ്പമില്ല, കറക്റ്റ് ആണ്. Sorry ma'am, I think heading മാറിപ്പോയി. But students, congratulations. Congratulations. Suja ma'am, congratulations. Please say hi to us again. Thank you, ma'am. And here are the students who graduated from Suja ma'am's class. Congratulations, students. Thank you, ma'am.
Vinod Kumar sir. Here are the students. Congratulations, sir. Thank you. Thank you. Here are the students who graduated from Vinod sir. Congratulations, dear students. Thank you, Actually, madam. I should stop addressing them as students and start calling them entrepreneurs. So, thank you, sir. Thank you, madam. Once again, congratulations to all the teachers and the students who participated, students who graduated, and students who truly become entrepreneurial. Thank you. Over to you. Yeah. Sharat sir, if you're on the call, we would love to hear from you on the teachers who have completed the program, and the students are dear entrepreneurs in making. And I must say, sir, there are some teachers also who are very inspired. So they've been saying that ഇത് കണ്ടിട്ട് ഞങ്ങൾക്ക് ഒന്ന് തുടങ്ങണമെന്നുണ്ട്. നമ്മുടെ WhatsApp ഗ്രൂപ്പിൽ sir കണ്ടു കാണും. So I think teachers and students are our entrepreneurs. So few words for them, sir. Yeah, very, very interesting. Like I wanted to stay through the entire program. And പ്രത്യേകിച്ച് ഈ പറഞ്ഞ ടീച്ചേഴ്സ് ഞാനിങ്ങനെ ആലോചിക്കും, നമ്മൾ though I am heading Center of Entrepreneurship Development, I would call myself maybe like entrepreneurship is a game happening in a stadium. I'm taking the role of a referee or someone like that, who doesn't win or lose in the game, but is part of the game due to a lot of other things. But being the success, victory, happiness, the dejections, the challenges, the money, the fame, or the purpose, everything happens to the players in the ground. അപ്പം ഈ പ്ലെയർ ആവാൻ പറ്റാത്ത ആളുകൾ പരമാവധി പ്ലെയറിനോട് അടുത്ത് നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ ഈ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ. In a way, we want to get into, all of us has got a desire to be in the entrepreneurship space, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം, want to create something, want to see people creating, അങ്ങനെ പല പല ആഗ്രഹങ്ങൾ കൊണ്ടിട്ടാണ് ഇന്ന് നമ്മുടെ ഈ ഫാക്കൽറ്റികൾ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു സ്പേസിൽ വർക്ക് ചെയ്യുന്നത്. ബിക്കോസ് the only thing that's driving them to take up this extra task or this extra effort is only because they are passionate about entrepreneurship. അപ്പം ആ ഒരു കോമൺ തീമാണ് ഇന്ന് നമ്മുടെ ഈ മീറ്റിങ്ങിലുള്ള എല്ലാവരെയും ഇവിടെ ഒന്നിപ്പിക്കുന്നത്. 3 കുട്ടികൾ വളരെ മനോഹരമായ അവരുടെ കഥ പറഞ്ഞു, സംരംഭകരായ കഥ പറഞ്ഞു. നമ്മൾ വെളിയിലൊക്കെ ഉള്ള കഥകൾ വായിക്കുമ്പോൾ, നമ്മൾ സ്റ്റാൻഫോർഡിലെയും സിലിക്കൺ വാലിയിലേക്ക് കഥകൾ ഇങ്ങനെ അല്ലെങ്കിൽ ആളുകളുടെ ബയോഗ്രഫിയൊക്കെ വായിക്കുമ്പോൾ ഇതുപോലെ ഒരു കൂട്ടം കുട്ടികളുടെ കൂട്ടായ്മകൾ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുന്ന ഗ്രാജുവേറ്റ്സിന്റെ ഒരു കൂട്ടായ്മകൾ, അവരുണ്ടാകുന്ന ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻസ്, അവർ പബ്ബുകളിലും അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകളിലും കഫേകളിലും ഒക്കെ നടക്കുന്ന ഇൻട്രാക്ഷൻസ് മറ്റുമാണ് ഇന്ന് ലോകത്തെ മാറ്റിമറിച്ച് സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാക്കാനുള്ള ആ ഒരു അല്ലെങ്കിൽ ഒരു ബിസിനസ് ഉണ്ടാക്കാനുള്ള എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തത്. അത്തരത്തിലൊരു സംരംഭകത്വ എക്കോസിസ്റ്റം കൾച്ചർ, അതിനാവശ്യമായ ഒരു എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് സാധാരണഗതിയിലുള്ള ഒരു എക്കോസിസ്റ്റം. മണ്ണും ഒരു പ്രത്യേക നല്ല ഫലഭൂയിഷ്ഠമായ മണ്ണ് വേണം, അതിന് പറ്റിയ കാലാവസ്ഥ വേണം, അതിന് പറ്റിയ ജൈവവ്യവസ്ഥ വേണം. അതുപോലെ ഓൺട്രപ്രണോറിയൽ എക്കോസിസ്റ്റത്തിന് ഇറ്റ് നീഡ്സ് എ സോയിൽ, എ ഫെർട്ടൈൽ സോയിൽ ടു help the entrepreneur grow, climate and industrial climate or an environmental climate which help them foster, and also need the right seeds or the entrepreneurs which are young entrepreneurs that needs to germinate in that ground. അപ്പം അവിടെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കുഞ്ഞുങ്ങൾ അവര് സംരംഭകരാകുക അല്ലെങ്കിൽ സംരംഭകത്തിലേക്ക് എത്തുക എന്നുള്ള ഒരു പാഷനാണ് നിങ്ങളെ ഓരോരുത്തരെയും മുന്നോട്ട് കൊണ്ടുപോയത്. ഈ ഒരു നമ്മുടെ എഫേർട്ട്, നമ്മളെല്ലാവരും ഒന്നിച്ചെടുത്ത എഫേർട്ട് നമ്മുടെ കുട്ടികൾക്കും നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് പ്രയോജനകരമാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഇവിടെ നമ്മുടെ സെഷൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഫാസിൽ സാർക്ക് പറഞ്ഞ പോലെ കീട് എന്നും ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാകും. ഉദ്യമവുമായി ചേർന്നും അല്ലാതെയും ഒക്കെ നമ്മൾ പല പ്രോഗ്രാമുകൾ വരുന്നുണ്ട്. ഞങ്ങളുടെ ഒരു പുതിയ പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്ത് ലോഞ്ചിന് വരുന്നുണ്ട്. അതിൽ ചെറിയൊരു ഗ്രാൻഡ് ഉൾപ്പെടെ ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതുകൂടാതെ ഡിപ്പാർട്ട്മെന്റ് ED ക്ലബ്ബുകൾക്ക് ഒരു ചെറിയ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എല്ലാ വർഷവും തരുന്നുണ്ട്.
അത് തുടർന്നും തുടരും. ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിലും അത് ഉള്ളതായിട്ടാണ് അറിയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളും പുതിയ ഇനിഷ്യേറ്റീവ്സ്, ഇതുപോലുള്ള പുതിയ ഇനിഷ്യേറ്റീവ്സ്, പുതിയ പാർട്ട്ണർഷിപ്സ് എല്ലാം കീടിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഉദ്യം പോലുള്ള വളരെ നല്ല ഈ എക്കോസിസ്റ്റത്തിലുള്ള എക്സ്പേർട്സിനെ തുടർന്നും നിങ്ങൾക്ക് അവരുടെ വിവിധ പ്രോഗ്രാമുകളുമായി വരാൻ കീട് ശ്രമിക്കും. എല്ലാവർക്കും നന്ദി. വളരെ ആവേശകരമായ സംരംഭത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കുട്ടികൾക്ക് മനസ്സിലാവുന്നു. എല്ലാവർക്കും നന്ദി. ഉദ്യം ടീമിന് പ്രത്യേകിച്ച് എൻ്റെ നന്ദി. നമ്മുടെ പ്രിയപ്പെട്ടവരായ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും എല്ലാം നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിങ്. താങ്ക് യു. താങ്ക് യു സോ മച്ച് സർ. ഞാൻ പിന്നെയും പറയാന് സാറാണ് ഇതിനൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് തന്നെ നമ്മുടെ ടീച്ചേഴ്സിനാവട്ടെ സ്റ്റുഡൻസിനാവട്ടെ ഇത്രയും എത്താനായിട്ട് സർ ആ സ്പേസ് ക്രിയേറ്റ് ചെയ്തു. ഞങ്ങൾക്കാണെങ്കിലും യു ഗേവ് us the freedom to do what we wanted to do. So thank you once again for taking time off from your busy schedule and you are here for us. Thank you sir. So next ഞങ്ങൾ ആക്ച്വലി നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ആ ചെറിയ മൊമെന്റ്സ്, ആ ചെറിയ എക്സ്പീരിയൻസസ് ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ ഷോർട്ട് വീഡിയോ. സോ അതായിരിക്കും ഞങ്ങൾ നെക്സ്റ്റ് പ്ലേ ചെയ്യുന്നത്. സോ സുരഭി ഈസ് പ്ലേയിങ് ഇറ്റ് ഫോർ us. താങ്ക് യു സുരഭി. Sure, no problem. We'll just give Surabhi a minute. Is the audio audible, Ashcharya? Yes. Teachers, ellarkum കാണാവോ? Yes. Yes, ma'am. Yes, ma'am. You can play, Surabhi. Yeah. Yes.
Thank you, Surabhi. Am I? Yes, you are audible. Okay. Oh, yeah. Sorry, my power had gone in between, so I connected to the phone. That's why there was an echo. Thank you, Surabhi, for sharing it. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ കുറെ moments ഉണ്ടായിരുന്നു, പക്ഷെ അത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു full fledged film ആയിട്ട് തന്നെ നമുക്ക് കാണാം. So students ചെയ്ത അവരുടെ മാർക്കറ്റിംഗ് പ്രോഡക്ട്സ്, അവരുടെ ബിസിനസ്, പിന്നെ അവർ തന്നെ ചെയ്ത കുറച്ച് വീഡിയോസ് ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. I hope you all enjoyed it. We are reaching towards the last 20-25 minutes of our session. So next വന്നിട്ട് നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കിട്ട എല്ലാ ടീച്ചേഴ്സും ഇവിടെ നമ്മുടെ കൂടെ ഉണ്ട്. 3 ടീച്ചേഴ്സ് അവരുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്തു. പക്ഷെ ബാക്കി ടീച്ചേഴ്സ് വി ആർ നോട്ട് ഗോയിങ് ടു ലെറ്റ് യു ഗോ ദാറ്റ് ഈസിലി. ഇന്ന് നിങ്ങളുടെ കുറച്ചുകൂടി എക്സ്പീരിയൻസസ്, നിങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്ത സെഷൻസ്, നിങ്ങൾ നോട്ടീസ് ചെയ്ത ചെറിയ ചെറിയ സെഷൻസിലെ ആഹാ മൊമെന്റ്സ് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട്. So I'll ask a few set of questions to all the teachers, and samayam koravulladukonde I'll be able to only take 2 responses for each of the questions. So ഞാൻ questions ചോദിക്കാം, ടീച്ചേഴ്സ് അൺമ്യൂട്ട് ചെയ്യുക. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തതും ഞാൻ നിങ്ങളുടെ പേര് വിളിക്കാം. അപ്പോളജീസ്, 2 റെസ്പോൺസസേ ഓരോ ക്വസ്റ്റ്യനും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. ബട്ട് വി വുഡ് ലവ് ടു ഹിയർ ഫ്രം യു. സോ ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട്, ഒരു സ്റ്റുഡന്റിന്റെ സ്റ്റോറി, നിങ്ങളുടെ ക്ലാസ്സിൽ നടന്ന ഒരു സ്റ്റുഡന്റിന്റെ സ്റ്റോറി നിങ്ങളെ ഇൻസ്പയർ ചെയ്തത്, അത് ഏതായിരിക്കും? അതൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? And before we continue, Sharat sir, I just saw your message. Thank you so much again for being a part of this. Thank you, sir. Thank you. So we'll continue. So teachers, question ഞാൻ ചോദിച്ചു, ആരാണ് അൺമ്യൂട്ട് ചെയ്യുന്നത്? I'll quickly ask. Surabhi, if you notice anybody unmuted, please let me know. Sure. Yeah. Vinod Kumar sir. Yes. Vinod Kumar sir. Yes, sir. Okay, madam. അതായത് എന്നെ ഏറ്റവും അതിനകത്ത് ഇൻസ്പയർ ചെയ്തത് എൻ്റെ അതിലെ കുട്ടി ഇത് ഭയങ്കര 100% സക്സസ് ആണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ആദ്യം കുട്ടികളെ ഇതിലേക്ക് ആഡ് ചെയ്തു. ഒരുപാട് കുട്ടികളെ 35 കുട്ടികളെ ആഡ് ചെയ്തിരുന്നു. അതിലെ അവസാനമായിട്ട് പലരും ലെഫ്റ്റായി, ആർക്കും ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അവസാനം 22 സ്റ്റുഡൻസ് ഒതുങ്ങി 14 കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി. അതിലെ ഒരു ടിൻസായ 2 കുട്ടികളുണ്ടായിരുന്നു, നദിയ ആൻഡ് നൗഫിയ. അവർക്ക് ഒരു ഹോബി ആയിട്ട് അവർ ഒരു പേപ്പർ ക്രാഫ്റ്റ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അവർക്ക് ഇതൊരു ബിസിനസ് ആയിട്ട് കൊണ്ടുപോകാനുള്ള യാതൊരു കോൺഫിഡൻസ് ലെവലും ഇല്ലായിരുന്നു. അപ്പൊ ഈ 10 ദിവസത്തെ ക്ലാസ് കൊണ്ട് അവർക്ക് അവരുടെ കോൺഫിഡൻസ് ലെവൽ ഉയരുകയും അവർക്ക് ഇതൊരു ബിസിനസ് ആയിട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ കാര്യങ്ങളും പകർന്നു കൊടുക്കാൻ കഴിഞ്ഞത് എനിക്കത് ഭയങ്കര. അവർ തന്നെ പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് ഇതൊരു പുതിയ അനുഭവമാണ്, ഞങ്ങൾക്ക് ഇതൊരു ബിസിനസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും, ഇപ്പോഴാണ് ഞങ്ങൾക്ക് കോൺഫിഡൻസ് ആയത്. അതുകൊണ്ട് തന്നെ എനിക്ക് അത് വളരെ ഇൻസ്പയർ ആയി. അതായത് 10 ദിവസത്തെ ക്ലാസ് കൊണ്ട് ഈ 22 കുട്ടികൾ, ഒരു 10 കുട്ടികൾക്കെങ്കിലും ഇതിൽ തന്നെ ഭാവിയിൽ ഒരു പ്രയോജനം ഉണ്ടാവും. അവർക്ക് ഈ പഠനത്തോടൊപ്പം തന്നെ ഇവരെ ഒരു ഓണ്ടർപ്രണർഷിപ്പ് തുടങ്ങുമെന്ന് എനിക്ക് 100% ബോധ്യമുണ്ട്. പ്രത്യേകിച്ച് ഈ കുട്ടിയുടെ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് അത് വളരെയധികം മോട്ടിവേഷനായി. ഇനി വരും കാലങ്ങളിൽ ഞാൻ ഈ മൊഡ്യൂൾ കൊണ്ട് തന്നെ എല്ലാ വർഷവും ഈ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ മാഡം. Thank you so much, Vinod Kumar sir. Thank you for sharing Nofia and Nadia's story. അടുത്തത് വേറെ ഒരു ടീച്ചർ കൂടി നിങ്ങൾക്ക് ഇൻസ്പയർ ചെയ്ത ഒരു സ്റ്റോറി നിങ്ങളുടെ ക്ലാസ് റൂമിൽ. ഹലോ മാം. ഹായ് സിജി മാം, പറയൂ മാം. ഹായ്, ഹലോ എവരിവൺ. ഹാപ്പി ടു സീ യു ഓൾ. ഹാപ്പി ടു സീ യു ടു മാം. വളരെ സന്തോഷമുണ്ട് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയത്. ഷെയർ ചെയ്യാന്ന് പറഞ്ഞപ്പോ ഞാൻ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ആദ്യമായിട്ട്. കേൾക്കാമോ മാം? ഒരു മിനിറ്റ്, ഐ തിങ്ക് വിജയ് കുമാർ സാറിന്റെ ഓഡിയോ ബ്രേക്ക് ആവുന്നുണ്ട്. ഐ ജസ്റ്റ് മ്യൂട്ട് ഹിം മാം. ഒരു മിനിറ്റ്. സുർബി, ഹാവ് യു മ്യൂട്ടഡ് ഹിം? ഐ തിങ്ക് യു ഹാവ്. മാം കണ്ടിന്യൂ ചെയ്തോളൂ മാം. ED ക്ലബ് കോർഡിനേറ്റേഴ്സിന്റെ ഒരു ലിസ്റ്റ് എടുത്തപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ സബ്ജക്ട് വൈസ് നോക്കിക്കഴിഞ്ഞപ്പോൾ സയൻസ് സബ്ജക്ട് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് വളരെ കുറവാണെന്ന് എനിക്ക് തോന്നി. എനിക്ക് പരിചയമുള്ളവര്, ഞാൻ സയൻസ് സബ്ജക്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ടീച്ചറാണ്. അപ്പം എനിക്കിതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. കോർഡിനേറ്റർ ആയതുകൊണ്ട് ഞാൻ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഒരാളാണ്. പക്ഷെ ഈ പ്രോഗ്രാമിൽ നടന്ന സെഷനിൽ കുട്ടികളെ
37 സ്റ്റുഡൻസ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീടുള്ള ദിവസങ്ങളിൽ കുറഞ്ഞു വന്നു. അപ്പൊ ഞാൻ ആശ്രിയ മാമിനെ വിളിച്ച് എൻ്റെ ഒരു സങ്കടം പങ്കുവെച്ചു. എൻ്റെ ക്ലാസ് അവരിലേക്ക് എത്തുന്നില്ലയോ എങ്ങനെയാണ് എന്നൊന്നും അറിയില്ലാത്തത് കൊണ്ട്. പക്ഷെ മാം വളരെ നല്ല ഒരു സപ്പോർട്ടായിരുന്നു തന്നത്. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് ഇതിനകത്ത് ശരിക്കും ഇൻട്രസ്റ്റഡ് ആയിട്ട് വന്ന കുട്ടികള് വളരെ കുറവായിരുന്നു. ആ കുറവ് കുട്ടികള് പിന്നീടുള്ള ദിവസങ്ങളിൽ ത്രൂ ഔട്ട് എൻ്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല നമ്മൾ സാധാരണഗതിയിൽ ഒരു ഓൺലൈൻ ക്ലാസ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഇൻസിഡന്റിൽ നിന്ന് വ്യത്യസ്തമായി അവർ ഇങ്ങോട്ട് ചോദിക്കും, മിസ് എന്നാണ് ക്ലാസ്? 2.5 മണിക്കൂർ കഴിഞ്ഞ് 3 മണിക്കൂർ വരെ പോയ സെഷൻസ് എനിക്കുണ്ട്. കുട്ടികൾ എന്നിട്ടും നമ്മുടെ നെറ്റ് കണക്ഷൻ പോകാതെ അവരെല്ലാത്തിനും റെസ്പോണ്ട് ചെയ്ത് ഇരുന്നു. അപ്പൊ അതിനകത്ത് എനിക്കൊരു ഇൻസിഡന്റ് തോന്നിയത്, ഒരു കുട്ടി എന്നോട് സ്ഥിരം ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ലാസ്റ്റ് ഡേ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ടീച്ചറെ ഞാൻ ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങിയപ്പോൾ മുതല് മൊബൈല് വല്ലാതെ മിസ്യൂസ് ചെയ്തിരുന്ന ഒരാളാണ്. അങ്ങനെ എൻ്റെ മൊബൈല് എൻ്റെ കയ്യിൽ നിന്ന് തല്ലി പൊട്ടിച്ച് കളഞ്ഞ് വല്ലാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴാണ് ED ക്ലബിന്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞ ക്ലാസ്സിൽ ഒരു മെസ്സേജ് കണ്ടത്. അപ്പം എനിക്ക് ചെറിയൊരു താല്പര്യം ഉണ്ടായിരുന്നു. ആ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇതിനകത്ത് പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. വീട്ടിൽ ഞാൻ വളരെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയത് ഈ ED ക്ലബിന്റെ പ്രോഗ്രാം ആണെന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ആ കുട്ടി വല്ലാത്തൊരു സിറ്റുവേഷനിൽ നിന്ന് എല്ലാവരും ഒറ്റപ്പെട്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയ ആ കുട്ടിയെ ED ക്ലബിന്റെ ഈ 10 ദിവസത്തെ പ്രോഗ്രാം കാരണം വളരെ ആക്റ്റീവായിട്ട് അത് ബിസിനസ് ചെയ്യുകയും 300 രൂപ മുതൽ മുടക്കിയിട്ട് ആ കുട്ടിക്ക് 450 രൂപ, അതായത് 150 രൂപ ലാഭം കിട്ടുകയും വീണ്ടും എന്റെ പഴയ ആ ചിന്തകളൊക്കെ മാറി ഇപ്പൊ ഞാൻ എനിക്ക് നല്ലൊരു തീരുമാനം എടുക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ട്. ഒരു റോങ് റിലേഷൻഷിപ്പിലേക്ക് ചെന്ന് പെട്ടിരുന്നു. ആ റിലേഷൻഷിപ്പ് ഒക്കെ ഒഴിവാക്കി നല്ല രീതിയിൽ ചിന്തിക്കാൻ പറ്റി എന്ന് പറഞ്ഞു. അത് വളരെ സന്തോഷമായിട്ട് എനിക്ക് തോന്നി, പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത്. ആ കുട്ടി പങ്കുവെച്ച ഒരു അനുഭവം ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തില്ലെങ്കിൽ, കാരണം നമുക്കറിയാം മൊബൈല് വല്ലാതെ മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു കാലമാണ് ഈ ഓൺലൈൻ പഠന കാലത്ത്. അപ്പം അങ്ങനെ മിസ്യൂസ് ചെയ്യപ്പെട്ട ഒരു കുട്ടിയുടെ അനുഭവമാണ് ഇത്തരം, അതും എങ്ങനെ ഒരു പ്രോഗ്രാം ഫെസിലിറ്റേറ്റ് ചെയ്യണം എന്ന് ആശ്രിയ മാമിനിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഒരു ടീച്ചറിന്റെ റോളിൽ നിന്ന് മാറി ഫെസിലിറ്റേറ്ററിന്റെ റോളിലേക്ക് എത്തിയപ്പോൾ എന്താണ് കുട്ടികളുമായിട്ടൊരു നല്ല റാപ്പോർട്ട് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. അവരെ നമുക്ക് നമ്മുടെ സ്വന്തം ആളുകളായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റി. ഒരിക്കലും കാണാത്ത കുട്ടികളെ നമുക്കൊരു അടുപ്പം തോന്നി. അവരുടെ സെൽഫ് കോൺഫിഡൻസ് കൂടി, അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂടി. അതെല്ലാം ശരി. അതിന്റെ ഇടയിൽ ഒരു ഇൻസിഡന്റ് കൂടി പറഞ്ഞോട്ട് സമയമുണ്ടല്ലോ മാമിലെ? ഒരു കുട്ടി ഇതിന്റെ ഇടയ്ക്ക് സോപ്പ് ഓയിൽ എന്ന് പറയുന്ന ഒരു സോപ്പ് ഓയിൽ ഉണ്ടാക്കി ആ കുട്ടിയുടെ കൈയൊക്കെ പൊള്ളി. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ഇനി ഇത് തുടരണ്ട, കാരണം ഇത് കെമിക്കൽസ് ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മള് പ്രിക്കോഷൻസ് ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടി എന്നോട് പറഞ്ഞൊരു മറുപടി ഉണ്ട്, മാം ഈ ഒരു പ്രോഗ്രാമിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ഇൻസ്പിറേഷൻ കൊണ്ടാണ് ഞാൻ 4000 രൂപ മുതൽ മുടക്കി അതിനാവശ്യമായ മെഷീനറീസും സംഭവങ്ങളും എല്ലാം വാങ്ങിച്ച് ഒരു ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആക്കി ഞാനത് മാറ്റാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന ഒരു കാര്യം. കൈയൊക്കെ പൊള്ളി പിന്മാറിയ, അതിൽ പരാജയപ്പെട്ട് പിന്മാറി, കാരണം ഇത് നമുക്ക് കുറച്ചുകൂടെ പ്രിക്കോഷൻ എടുക്കേണ്ട കാര്യമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മണി മാനേജ്മെന്റ് എന്താണെന്ന് അറിഞ്ഞുകൂടായിരുന്നു, അതെനിക്ക് പറഞ്ഞു തന്നു. പ്രോട്ടോടൈപ്പ് എന്താണെന്ന് അറിഞ്ഞുകൂടായിരുന്നു. ഇതെല്ലാം അറിയാമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബിസിനസ് ചെയ്യാൻ പറ്റും. എനിക്ക് ഒരാളോട് സംസാരിക്കാൻ അറിഞ്ഞുകൂടായിരുന്നു, അതെങ്ങനെ വിറയലുകൂടെ അത് സംസാരിക്കാൻ പഠിപ്പിച്ചു. അതെല്ലാം ഈ ഉദ്യം ടീമിന്റെ ഈ ഒരു മൊഡ്യൂള് കൊണ്ടാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സിജി മാം. മാം പറഞ്ഞ 2 സ്റ്റോറീസും നല്ല ഇൻസ്പയറിംഗ് സ്റ്റോറീസ് ആയിരുന്നു. വീവ് ഡൺ സംതിങ് റൈറ്റ് എന്നുള്ള ആ ഒരു ഫീലിംഗ് കൂടി ഞങ്ങൾക്ക് വരുന്നുണ്ട്. സോ മാമിൽ ത്രൂ ആണ് അത് നടന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ ടേക്കിംഗ് ദിസ് ഫോർവേഡ് ടു ദ സ്റ്റുഡൻസ്. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് ഒരു ബിസിനസ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് ബിസിനസ് ഐഡിയ വന്ന് നിങ്ങളുടെ ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു സ്റ്റുഡന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാം. ഔട്ട് ഓഫ് ദ ബോക്സ് ബിസിനസ് ഐഡിയ അല്ലെങ്കിൽ ബിസിനസ് സ്റ്റോറി. ഹലോ, പറയൂ സർ. വിജയകുമാർ സർ പറയൂ. എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയത് അനന്തു PH എന്ന് പറഞ്ഞ സ്റ്റുഡന്റ് ഹോബി എന്നുള്ള നിലയിലാണ് അദ്ദേഹം ബിസിനസ്, ഹോബി എന്ന നിലയിലാണ് ഒരു ഫിഷ് ബ്രീഡിങ്ങിന്റെ ഇത് തുടങ്ങിയത്. പക്ഷെ അത് ഈ 10 ദിവസത്തെ ക്ലാസ് കൊണ്ട്
അതിനെ ഒരു വലിയ രീതിയിലുള്ള ബിസിനസ് ഐഡിയയിലേക്ക് മാറ്റാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. അതോടൊപ്പം തന്നെ അനന്തുവിന്റെ വേറൊരു ഹോബി ആയിരുന്നു 10-22 ഐറ്റം ഈ 10 മണി ചെടികളെ വളർത്തുക എന്നുള്ളത്. അത് ഒരു ബിസിനസ്, നമ്മളെ ക്ലാസ് കണ്ടതിന് ശേഷം ഞാൻ അനന്തുവിന്റെ അടുത്ത് ചോദിച്ചു, അനന്തു ഇതൊരു ബിസിനസ് ഐഡിയ ആയിട്ട് മാറ്റിക്കൂടെ എന്ന് ചോദിച്ചപ്പോഴത്തെ അനന്തു അത് ബിസിനസ് ഐഡിയ ആയിട്ട് മാറ്റി. 22ഓളം 10 മണി പല കളറുള്ള ചെടികളെ കവറിൽ കൊണ്ടുവന്ന് കസ്റ്റമറിന് കൊടുത്തപ്പോൾ അടുത്ത് നിന്ന കസ്റ്റമേഴ്സ് എല്ലാം കേട്ടവരെല്ലാം പറഞ്ഞു എനിക്കും കവർ വേണം എന്ന് പറഞ്ഞ് മാറുമ്പോൾ ഒരു ബിസിനസിന്റെ ഐഡിയകൾ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടുമ്പോൾ അത് ആ കുട്ടിയുടെ മനസ്സിനുള്ളിൽ വലിയ രീതിയിലുള്ള സന്തോഷവും അതേപോലെ തന്നെ കൂടെ ഉള്ള ഈ എന്റർപ്രണർ ആയിട്ട് വന്ന കുട്ടികൾക്ക് വലിയ രീതിയിലുള്ള പ്രോത്സാഹനമാണ് കിട്ടിയത്. അനന്തുവിന് ഇപ്പൊ ചെടികൾ പുതിയതായിട്ട് പ്ലാന്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇനി സെയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത്രയും വലിയ രീതിയിലിട്ട് ചിന്തിക്കുന്ന ഇപ്പോഴത്തെ യുവതലമുറയുടെ ഒക്കെ ചിന്താശക്തിയെ പോലും വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു നല്ല രീതിയിലുള്ള ട്രെയിനിങ് 10 ദിവസം കൊണ്ട് ഉദ്യം ഫൗണ്ടേഷനും കീഴിന് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനപൂർവമായ ഒരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ എൻ്റെ ചെറിയൊരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും അതോടൊപ്പം തന്നെ +2 തലത്തിലുള്ള കുട്ടികൾക്കും ഇത് നല്ല രീതിയിൽ ഈ ട്രെയിനിങ് ഡെവലപ്പ് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ അത് ഉദ്യം ശിക്ഷ ഫൗണ്ടേഷന് നല്ല രീതിയിൽ കുട്ടികളെ ഗൈഡ് ചെയ്യുന്നതിനും കീഴിന് നല്ല രീതിയിൽ കുട്ടികളെ ഗൈഡ് ചെയ്യുന്നതിനും കഴിയും. ആ രീതിയിലേക്ക് ട്രെയിനിങ് മാറ്റിക്കൊണ്ടുവന്ന് നല്ല രീതിയിൽ ക്രിയേറ്റിവിറ്റി ഉണ്ടാകുന്ന ഒരു യുവതലമുറ സൃഷ്ടിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രയത്നിക്കണമെന്ന് പറയുകയാണ്. ഉദ്യം ഫൗണ്ടേഷന്റെ ഈ ടീംസ് വളരെ നല്ല ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് ടീച്ചേഴ്സ് എന്നുള്ള നിലയിൽ വളരെയധികം അഭിമാനമുണ്ട്. ഇത്രേ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച് വിജയകുമാർ സർ. സർ ഷെയർ ചെയ്ത ഫോട്ടോഗ്രാഫ്സ് എല്ലാം സർ അവരുടെ പുറകിൽ തന്നെ ഉണ്ടായിരുന്നു സ്റ്റുഡൻസിന്റെ. സോ താങ്ക് യു സോ മച്ച് അവർക്ക് ആ ഒരു സപ്പോർട്ട് കൊടുത്തതിന്. ഒരു ടീച്ചർ കൂടി നിങ്ങൾക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് എന്ന് തോന്നിയ ഏതെങ്കിലും ഒരു ഐഡിയ സ്റ്റുഡൻസ് ഷെയർ ചെയ്തതിൽ ഒരു വ്യത്യസ്തമായി തോന്നിയ ഒരു ഐഡിയ? അൺമ്യൂട്ട് ചെയ്യാം. പറയൂ ബിനോയ് സർ, പറയൂ. നമ്മുടെ കേസിലെ ഒരാള് പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യുന്ന കേസ്, അതായത് പ്ലാസ്റ്റിക് കളക്ട് ചെയ്ത് അത് പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുന്ന കേസിലാണ് ആ കുട്ടിയുടെ അച്ഛൻ എന്ന് പറഞ്ഞ കുട്ടിയുടെ വരുമാനം. അതായത് ഒരു ബാഗ് കളക്ട് ചെയ്യുമ്പോൾ 30 രൂപ അച്ഛന് കിട്ടുവാണ്. എന്നിട്ട് അത് റീസൈക്കിൾ ചെയ്ത് അത് കെറോസിന് പകരമുള്ള ഒരു ലിക്വിഡ് ആക്കി മാറ്റുകയാണ്. അന്നേരം പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ചെയ്യുന്ന എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആണ്. എന്നാലും അത് കത്തിക്കുന്ന പറഞ്ഞ മീൻസ് അത് വിറക് കത്തിക്കുന്നെങ്കിലും അത് കണ്ടെയ്നർ സീൽഡ് ആണ്. അന്നേരം പരിസ്ഥിതിക്ക് മലിനീകരണം വരുന്നില്ല. അന്നേരം അങ്ങനെ ഒരു ബിസിനസ് അതാണ് എനിക്ക് കേട്ടപ്പോൾ ഏറ്റവും ഒരു സന്തോഷം തോന്നിയത്. കാരണം ഇത് സാധാരണ ഒരു ബിസിനസ്സിൽ നിന്ന് വേറിട്ട ഒരു ബിസിനസ്സാണ്. അന്നേരം പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുമ്പോൾ പൈസ കിട്ടുന്നു ഇങ്ങോട്ട്. അതുകൂടാതെ അത് റീസൈക്കിൾ ചെയ്ത് ഒരു ലിക്വിഡായി കെറോസിന് പകരമുള്ള ഒരു ലിക്വിഡായിട്ട് വേണമെങ്കിൽ വീട്ടിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു മാർക്കറ്റിംഗ് ആ ലെവലിലേക്ക് പോയിട്ടില്ല എങ്കിൽ പോലും അതൊരു വേറിട്ട ഒരു ബിസിനസ് ആയിട്ട് തോന്നി. അതൊരു നല്ലൊരു ആശയമായിട്ട് എനിക്ക് തോന്നി. അതാണ് ബാക്കിയുള്ളവരെ ഒന്ന് അറിയിക്കാൻ. താങ്ക് യു ഫോർ ഷെയറിംഗ് സർ. ട്രൂലി അതൊരു പുതിയൊരു കണ്ടുപിടുത്തമായിരുന്നു. ഞങ്ങൾക്ക് ഒരു സർപ്രൈസിങ് ആയിരുന്നു. ആദ്യം കണ്ടപ്പോൾ എന്താ ഇതെന്ന് പിന്നെ സർ എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴാണ് ഞങ്ങൾക്കും ഗ്രൂപ്പിൽ മനസ്സിലായത്. സോ താങ്ക് യു ഫോർ ഷെയറിംഗ് ദിസ്. ബാക്കിയുള്ളവർക്കും മനസ്സിലായി ആ ബിസിനസിനെ പറ്റി. സോ താങ്ക് യു. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട്, നിങ്ങളുടെ സെഷൻസിൽ നിങ്ങൾക്ക് ഫണ്ണി ആയിട്ട് രസകരമായിട്ട് ഒരു ചിരിക്കാൻ പറ്റിയ ഒരു മൊമെന്റ്, ഒരു ഫണ്ണി ഇൻസിഡന്റ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക പ്ലീസ്. ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. രമ്യ മിസ് കോളിലുണ്ടോ? മാം, മാമിന്റെ ക്ലാസ്സിൽ ഒരു ഫണ്ണി ഇൻസിഡന്റ് മാം എൻ്റെ അടുത്ത് ഷെയർ ചെയ്തായിരുന്നു ആ റോൾ പ്ലേയുടെ സമയത്ത്. അത് വേണമെങ്കിൽ ഇവിടെ എല്ലാവരുടെ അടുത്തും ഷെയർ ചെയ്യാന്നാണ്. ഓക്കെ മാഡം. റോൾ പ്ലേ ക്ലാസ്സിൽ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു.
ഞാൻ ശരിക്കും ആദ്യമേ കുട്ടികളുടെ അടുത്ത് റിപ്ലൈ ചെയ്യാനായിട്ട് പറഞ്ഞപ്പോൾ ആരാണ് വരുന്നത്, ടീച്ചറുമായിട്ട് സംസാരിക്കാനായിട്ട് ആരാണ് വരുന്നതെന്ന് പറഞ്ഞപ്പം പെട്ടെന്നായിരുന്നു കുട്ടികൾ റെസ്പോണ്ട് ചെയ്തത്. അപ്പൊ അതില് പ്രയോറിറ്റി കൊടുത്തോണ്ട് കുട്ടികളെ ഇൻവൈറ്റ് ചെയ്തു. അപ്പൊ അഞ്ജലി എന്ന് പറഞ്ഞൊരു കുട്ടിയായിട്ട് സംസാരിച്ചു. അപ്പൊ അഞ്ജലിയുടെ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് ഫ്രണ്ട്സ് ആയിരുന്നു. നമ്മുടെ മൂന്നാമത്തെ ആ ഒരു കണ്ടീഷൻ, ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അതൊക്കെ നന്നായിട്ട് സംസാരിച്ചു. അത് ആ സെഷനൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അഞ്ജലി എന്നെ കോളിൽ വിളിച്ചിട്ട് പറഞ്ഞു, ടീച്ചറെ എനിക്ക് ഭയങ്കര വിഷമമായി പോയി, ടീച്ചറിനെ ഞാൻ എടീന്ന് വിളിച്ചു, ഇതുവരെയായിട്ടും ഒരു ടീച്ചറിനെ പോലും ഞാൻ അങ്ങനെ വിളിച്ചിട്ടില്ല, എനിക്ക് ഭയങ്കര വിഷമമായി പോയി, ടീച്ചർ എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ഹാപ്പി അഞ്ജലി, ബിക്കോസ് ആ ഒരു സിറ്റുവേഷൻ അഞ്ജലി ഫുൾ അബ്സോർബ് ചെയ്തോണ്ടല്ലേ എന്നെ എടീന്ന് വിളിച്ചത്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ആ പ്രശ്നം സോൾവ് ചെയ്തു. അത് ഭയങ്കര രസകരമായിട്ട് എനിക്ക് തോന്നി. താങ്ക് യു മാം ഫോർ ഷെയറിങ്. എനിക്ക് കേട്ടപ്പോ ഒരു നല്ല രസകര മൊമെന്റ് ആയിരുന്നു അത്. അതാണ് ഞാൻ മാമിന്റെ അടുത്ത് പറഞ്ഞ് മാമിനെ ഞാൻ സ്പോട്ടിൽ ഇട്ടു. ബട്ട് ഐ എം ഷുവർ എവറിബഡി എൻജോയ്ഡ് ലിസ്ണിംഗ് ടു ദിസ് സ്റ്റോറി ആസ് വെൽ. ഒരാൾ കൂടി നിങ്ങളുടെ ക്ലാസ്സിൽ എന്തെങ്കിലും ഇങ്ങനത്തെ ഫണ്ണി ഇൻസിഡന്റ് നടന്നിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ടീച്ചേഴ്സ്? Okay, can I move on to the next question then? സമയം കുറവുള്ളതുകൊണ്ട് I'll move on to the next question. So ഈ പ്രോഗ്രാം പറയൂ സർ. യെസ് സർ പറയൂ, നോ പ്രോബ്ലം. വേറൊരു ബിസ്ന എന്ന് പറഞ്ഞൊരു കുട്ടി നേരെ സ്റ്റിച്ചിങ്ങിന്റെ കേസാണ്. നേരം പറഞ്ഞ ഒരു ഷർട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിന് 10 രൂപ. ഞാൻ പറഞ്ഞു 10 രൂപയ്ക്ക് ഷർട്ട് സ്റ്റിച്ച് ചെയ്യൂ. അന്നേരം പറഞ്ഞു ഞാൻ അമ്മയെ സഹായിക്കുവാന്നാ പറഞ്ഞു. അന്നേരം ഇതിന്റെ ഔട്ടറൊക്കെ അടിച്ചു കൊടുക്കാൻ ബിസ്നാലാണ് അടിച്ചു കൊടുക്കുന്നത്. ആ ഒരു രീതിയിൽ അന്നേരം അമ്മയുടെ കയ്യിൽ നിന്ന് കുറെ പൈസയൊക്കെ മേടിക്കും. അങ്ങനെ അവര് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ മൊബൈല് അതുപോലെയുള്ള അഡിക്ഷൻ ഒക്കെ ഒഴിവാക്കി ഇതുപോലെയുള്ള അമ്മയൊക്കെ സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ ആ കൂടെ നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ വർക്കുകൾ ഹെൽപ്പ് ചെയ്യുന്നത്. അന്നേരം അമ്മ ഒരു 250 രൂപ ഷർട്ടിന് മേടിക്കുന്നുണ്ട്, അതിൻ്റെ അകത്ത് 10-15 രൂപ നമുക്ക് കിട്ടത്തക്ക രീതിയിൽ. അന്നേരം അത് വളരെ ക്രിയേറ്റീവ് ആയിട്ടും പിന്നെ ഞങ്ങൾ ആ റോൾ പ്ലേ നടത്തിയ സമയത്ത് ഭയങ്കര രസമായിരുന്നു. ഈ ഒരു ഇന്ററാക്ഷൻ ഒരു 10-20 മിനിറ്റ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബിസ്നാലിട്ട് ഭരിക്കുകയും എന്താണ് ഭയങ്കര രസമായിരുന്നു. അന്നേരം അമ്മയുടെ നിന്നൊക്കെ ഞാൻ മേടിക്കും, കുറച്ച് ഞാൻ പിടിച്ചു കുറച്ച് മേടിക്കും എന്നൊക്കെ പറഞ്ഞ ഭയങ്കര രസമായിരുന്നു. ഒരു ഇന്നസെന്റ് ടോക്കായിരുന്നു. അങ്ങനെ മറ്റുള്ളവർക്ക് അത് ഫോളോ ചെയ്യാവുന്നതാണ് എനിക്ക് തോന്നുന്നു. പലർക്കും ഇങ്ങനെ ചെറിയ ചെറിയ ഹെൽപ്പ് ഒക്കെ ചെയ്ത് ചെറിയ ഇൻകം അവർക്കും ഒരു സഹായകരമാകും, കുട്ടികൾക്ക് ഒരു ഇൻകം ആകും. ജസ്റ്റ് ഒരു കേസ്. ഇത് ഫണ്ണി ഇൻസിഡന്റ് മാത്രമല്ല, ഒരു ക്രിയേറ്റീവ് വേയിലാണ് പുള്ളിക്കാരൻ അത് ആലോചിച്ചത്. എങ്ങനെ അവിടുന്ന് ഒരു ഇൻകം, ആ ഒരു ചെറിയ പാർട്ടിയിൽ നിന്നാണെങ്കിലും ഇൻകം ചെയ്യാന്നുള്ള ഒരു നല്ലൊരു ക്രിയേറ്റീവ് ഐഡിയ ആണ് അത്. സോ താങ്ക് യു സർ ഫോർ ഷെയറിംഗ്. ഹലോ Ashwarya, you went on mute. Oh, sorry. Yes, can you hear me now? Yes, ma'am. Hello. Sandhya ma'am, പറയൂ. Okay, ma'am. Good evening, all of you. Good evening, ma'am. ഞാൻ കുറച്ച് ദിവസം കൊണ്ട് കുറച്ച് സൈലന്റ് ആയി പോയി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം മറ്റൊന്നുമല്ല, ഞാൻ ഇച്ചിരി ഫിസിക്കലി ബാക്ക് ആയി പോയി, അതുകൊണ്ടാണ്. പിന്നെ എൻ്റെ ക്ലാസ്സിലെ ഒരു ഫണ്ണി എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, പിന്നെ ഇതിനിടയിൽ ഒരു പാരന്റ്സ് മീറ്റിംഗ് നടന്നിരുന്നു. അന്നേരം ഞാൻ ശ്രദ്ധിച്ചിരിക്കുമായിരുന്നു. ഞാൻ സയൻസിലെ കുട്ടികളും കൊമേഴ്സിലെ കുട്ടികളെ ഒരുപോലെയാണ് ട്രെയിനിങ്ങിൽ എടുത്തിരിക്കുന്നത്. പിന്നെ ആരെങ്കിലും പാരന്റ്സ് ആരെങ്കിലും എന്തെങ്കിലും ഒരുപാട് ഓൺലൈൻ സെഷൻസ് നടക്കുന്നത് കൊണ്ട് ഇതെന്താണെന്ന് ആരെങ്കിലും ഒരു കംപ്ലൈന്റ് ചോദിക്കോ പറയോ എന്നൊരു സംശയത്തിൽ ഞാൻ ഇരിക്കുമായിരുന്നു. അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ ഞാൻ ഒരു കുട്ടിയോട് ചോദിച്ചു, വീട്ടിൽ നിന്ന് എന്തെങ്കിലും പറയുന്നുണ്ടോ, ഇങ്ങനെ ഓരോ ഐറ്റംസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നിടത്ത് നിങ്ങളെ വീട്ടിൽ വഴക്ക് പറയുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം ആ കുട്ടി പറയാണ്, ഇല്ല ടീച്ചറെ, എന്തിനാണ് വഴക്ക് പറയുന്നത്, അമ്മയും ഞങ്ങളും എല്ലാവരും കൂടിയാണ് ഈ ക്ലാസ് കാണുന്നത് എന്ന് പറഞ്ഞ്. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. കാരണം അവര് പാരന്റ്സ് അടക്കം ഇരുന്നുകൊണ്ടാണ് നമ്മളുടെ പ്രോഗ്രാം കേൾക്കുന്നത്, അതിനകത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് വഴക്കൊന്നും കിട്ടുന്നില്ല. ഞങ്ങളെ ഇവിടെ എന്താണ് ഈ ക്ലാസ്സിൽ എന്താണ് നടക്കുന്നതെന്നുള്ളത് കൃത്യമായിട്ട് ഞങ്ങളുടെ പാരന്റ്സിന് അറിയാമെന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കരമായിട്ട് രസമായിട്ട് തോന്നി, സന്തോഷവും തോന്നി ഒരേപോലെ. പിന്നെ ഒന്ന് പറയുകയാണെങ്കിൽ, ലാസ്റ്റ് സെഷനൊക്കെ ആയപ്പോഴത്തേനും ഞാൻ ഇടയ്ക്ക് അശ്വരി മാമിന് ഞാൻ ഓരോ ചെറിയ ചെറിയ മെസ്സേജുകൾ ഇടുമായിരുന്നു എൻ്റെ ഒരു കണ്ടീഷൻ എന്താണെന്നുള്ളത്. ലാസ്റ്റ് സെഷൻ വന്നപ്പോഴത്തേനും 10ാമത്തെ ദിവസം 12ാമത്തെ ഡേയിലേക്ക് മാറ്റി വെച്ച്. അന്ന് ഞാൻ ടൈമും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. അതിന്റെ ഇടയിലെല്ലാം ഞാൻ ഓഡിയോ വീഡിയോ മ്യൂട്ട് ചെയ്തിട്ട് ഞാൻ കുറച്ച് സമയം അങ്ങ് മാറുമായിരുന്നു. നിങ്ങൾ റെഡിയാകും, പ്രസന്റേഷൻ റെഡിയാകും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ സമയം ഞാൻ പോയി വോമിറ്റിംഗ് ആയിരുന്നു, ഭയങ്കരമായ വോമിറ്റിംഗ് നടക്കുന്ന സമയമാണ്.
ഞാൻ അതിന്റെ ഇടയിൽ കൂടിയാണ് ഞാൻ ആ സെഷൻ ഒന്നൊരു 10-15 മിനിറ്റ് നേരത്തെ നിർത്തേണ്ടി വന്നു. എന്നാൽ കൂടെ തന്നെ ഞാൻ ഈ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിലും ആദ്യത്തെ ദിവസം പറയുകയാണെങ്കിലും ഞാൻ പറയാം, ഞാൻ ക്വാറന്റൈനിലായിരുന്നു എന്ന് മാത്രമേ ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നുള്ളൂ. ഞാൻ പോസിറ്റീവ് ആയിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടുകൾക്കിടയിലാണ് ഞാൻ ഈ ഒരു പ്രോഗ്രാം എത്തിച്ചത്. പിന്നെ ഇന്നിപ്പോ എല്ലാവരും ഷെയർ ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എന്റെ കുട്ടികൾക്ക് 25 പേരാണ് ഉണ്ടായിരുന്നത്. 30 പേരെ പിന്നെ ജോയിൻ ചെയ്തെങ്കിൽ 25 പേരാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അതിൽ 17 പേർക്കും എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി. അത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ അത്രയും അവരെ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ എന്നാൽ അതിൽ 2 പേരുടെ മാത്രം അസൈൻമെന്റ്സ് അവർ ലാസ്റ്റ് വരെയും ചെയ്തിരുന്നു. കാർത്തിക കൃഷ്ണൻ എന്ന് പറയുന്ന കുട്ടിയുടെയൊക്കെ എന്നെ സാറിനെ കാണുവാണെങ്കിലും ഗ്രൂപ്പിലുണ്ട്, സാറ് നോക്കണം, നല്ല വർക്കുകളാണ്. പക്ഷെ അസൈൻമെന്റ്സ് സബ്മിറ്റ് ആയിട്ടില്ല. അത് എന്ത് പറ്റിയെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് വരാത്തതിന്റെ വിഷമത്തിലാണ് 2 പേര്. അവർക്ക് അർച്ചനയും കാർത്തിക കൃഷ്ണനും. അവർക്ക് വേണ്ടി പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് എന്റെ ഒരു അവസ്ഥ. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. എല്ലാവരോടും സ്നേഹവും നന്ദിയും ഉണ്ട് ഇത്രയും കാര്യങ്ങൾ നടത്തി തന്നതിന്. ഇത്രയും റിമോട്ട് ഏരിയയിൽ നിന്ന് ഇത്രയും കുട്ടികളെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാനും അത് സക്സസ്ഫുൾ ആകാനും എനിക്ക് സാധിച്ചു, എന്നിലൂടെ സാധിച്ചു. ഞാനൊരു നല്ല ഫെസിലിറ്റേറ്ററായി എല്ലാവരും പറഞ്ഞതുപോലെ ഒരു ഓൺലൈൻ ക്ലാസ് എങ്ങനെ കണ്ടക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് ഈ ഒരു പ്രോഗ്രാമിൽ നിന്ന് കിട്ടുകയും ചെയ്തു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സന്ധ്യ മാം ഫോർ ഷെയറിങ്. മാം എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഹെൽത്തിന്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നെന്ന്. ബട്ട് മാമിന്റെ കുറച്ച് ക്ലാസ്സസ് ഞങ്ങളുടെ ടീം മെമ്പേഴ്സ് ഒബ്സർവ് ചെയ്തിരുന്നു. ആൻഡ് അവരുടെ ഫസ്റ്റ് ഫീഡ്ബാക്ക് വന്നത് മാമിന്റെ എനർജി ഹൈ ആയിരുന്നു. നോ മാറ്റർ വാട്ട് മാമിന്റെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നെങ്കിലും മാം ആ എനർജി വിട്ടില്ല. സോ താങ്ക് യു സോ മച്ച് ഫോർ കണ്ടിന്യൂയിങ് ആൻഡ് കംപ്ലീറ്റിംഗ് ദ പ്രോഗ്രാം മാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ് ആസ് വെൽ ടുഡേ. താങ്ക് യു. ഞങ്ങൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ആകുകയാണ്. ഈ പ്രോഗ്രാമിൽ ത്രൂ നിങ്ങളുടെ ബിഗ്ഗസ്റ്റ് ലേണിംഗ് എന്താണ്? സമയം കുറവുള്ളത് കൊണ്ട് ഞാൻ ഒരു റെസ്പോൺസ് എടുക്കുകയാണ് ഈ ക്വസ്റ്റ്യനിലോട്ട്. നിങ്ങളുടെ ബിഗ്ഗസ്റ്റ് ലേണിംഗ് ഫ്രം ദിസ് പ്രോഗ്രാം. ശരിയാ മാം? യെസ് ഫാസിൽ സർ, പറയൂ സർ. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. എങ്കിലും എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞിട്ട് നേരത്തെ ശരത് സാർ പറഞ്ഞിരുന്നു, കുട്ടികളെ സംരംഭത്തിലേക്ക് വരാനും കേരളത്തിൽ പൊതുവെ പുറകിലേക്ക് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു അവർക്ക് അവസരങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് വലിയൊരു പ്രോബ്ലം ആയിട്ട് വരുന്നത്. കാരണം എല്ലാവരും പാരന്റ്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാ മേഖലയിൽ നിന്നും ഹയർ സ്റ്റഡീസ് അല്ലെങ്കിൽ വൈറ്റ് കോളർ ജോബ് എന്നുള്ള രീതിയിൽ ഒരു ട്യൂൺഡ് ആയിട്ട് കുട്ടികളെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ഈ ഒരു പ്രോഗ്രാമിലൂടെ മനസ്സിലായത് ഇത്ര 550ഓളം കുട്ടികൾ എന്ന് പറഞ്ഞു, അവർക്ക് ഒരു ചെറിയ ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ 10 ദിവസത്തെ ട്രെയിനിങ് കൊണ്ട് ഒരു സംരംഭം തുടങ്ങാൻ പറ്റുമെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു ട്രെയിനിങ് ഇപ്പോ ED ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യുന്ന +1 മുതലാണ്. ആ ഒരു ബേസ് ആ ഒരു +1 മുതൽ അത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇവിടുത്തെ ഈ കൾച്ചർ തന്നെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. താങ്ക് യു. താങ്ക് യു ഫാസിൽ സർ ഫോർ ഷെയറിങ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സംതിങ് ന്യൂ യു ഹാവ് ലേൺഡ് അബൌട്ട് യുവർ സെൽഫ്? നിങ്ങളെ പറ്റി നിങ്ങൾക്ക് തന്നെ അറിഞ്ഞ പുതിയ ഒരു അറിവ്, ഇത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ സ്കിൽ ഞാൻ ആദ്യം ഇല്ലായിരുന്നു പക്ഷെ ഐ ഹാവ് ലേൺ ദിസ്, ഇല്ലെങ്കിൽ ഒരു പുതിയ അറിവ് നിങ്ങളെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഷെയർ ഇറ്റ്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് പറയൂ ഷാജഹാൻ സർ. ഓക്കെ മാം, എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സ്കില്ലെന്ന് പറഞ്ഞാൽ ഞാൻ 25 വർഷമായിട്ട് എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് എന്ന വിഷയം പഠിപ്പിച്ചു. പക്ഷെ എനിക്ക് ഇന്ന് വരെയും എൻ്റെ കുട്ടികളെ ഇതുപോലെ ഒരു സ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല. ഏകദേശം എനിക്ക് തോന്നുന്നു 40 കുട്ടികൾക്കോളം ട്രെയിനിങ് നൽകുകയും അതിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിച്ച് 27 പേർക്കോളം സർട്ടിഫിക്കറ്റ് കിട്ടുകയും ചെയ്ത് എനിക്ക് തോന്നുന്നു വലിയൊരു ടാസ്ക്കാണ് ഞാൻ ചെയ്തത്. അതുപോലെ കുട്ടികൾ അതുപോലെ സഹകരിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ പറയേണ്ടാത്തതാണ്, എൻ്റെ സ്കൂളിലെ ഓഫീസിലേക്ക് ആവശ്യമുള്ള എൻവലപ്പുകൾ, പേപ്പർ, പേന, ഇതെല്ലാം പ്രോഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നുള്ള ഓർഡർ എൻ്റെ കുട്ടികൾക്ക് ഇപ്പം തന്നെ നൽകി കഴിഞ്ഞു. അതുപോലെ എൻ്റെ ഒരു കുട്ടി ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഓൺലൈൻ സേവനങ്ങൾ എന്ന് പറഞ്ഞാൽ സ്കോളർഷിപ്പിൻ്റെ കാര്യങ്ങളെല്ലാം ഇനി ആ കുട്ടി ഏറ്റെടുത്ത് ചെയ്യുകയാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട്
മാഡത്തിൻ്റെ ആ പോയിന്റാണ്. താങ്ക് യു സോ മച്ച് എന്നുള്ള ആ സ്കില്ല് മാഡം തന്നിരിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ ഓൾ. ഇതിന് സഹകരിച്ച ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് എനിക്ക് തോന്നുന്നു മാഡത്തിൻ്റെ ആ നല്ല വാക്കുകളാണ്. അതാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്തതും. ഓക്കെ, ബാക്കി ടീം അംഗങ്ങൾക്കെല്ലാം താങ്ക്സ് പറയുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു ഷാജഹാൻ സർ ഫോർ ഷെയറിംഗ്. താങ്ക് യു സാറിനെ ഇപ്പൊ കാണാനും പറ്റി. താങ്ക് യു ഫോർ സ്വിച്ചിങ് ഓൺ യുവർ വീഡിയോസ് സർ. ഇത് ഞങ്ങളുടെ ഒരു ടീം എഫേർട്ട് ആയിരുന്നു ഉദ്യം ലേണിംഗ് ഫൗണ്ടേഷന്റെ. സോ ഇതിന്റെ പ്രധാന ഭാഗമായത് സുരഭി മാം ഇവിടെ ഉണ്ട്, പിന്നെ അഖിൽ സർ ഉണ്ട്, സീനു സർ ഉണ്ട്, ആൻഡ് നെസ്രിൻ ആൻഡ് സുഹേൽ. സോ ഈ ഒരു അപ്രീഷിയേറ്റിംഗ് ഈ ഒരു ഫെസിലിറ്റേഷന്റെ ആ ഒരു ഭാഗമായിരുന്നു. ഓൾ ഓഫ് യു ഹാവ് പിക്ഡ് ഇറ്റ് അപ്പ്. നമ്മൾ ഏത് ഒബ്സർവേഷൻ ക്ലാസ്സസ് നോക്കിയാലും എവ്രി വൺ, നിങ്ങളെ സ്റ്റുഡൻസ് എന്ത് പറഞ്ഞാലും ടീച്ചേഴ്സ് അതൊന്ന് അപ്രീഷിയേറ്റ് ചെയ്തിട്ടാണ് അടുത്ത സ്റ്റുഡൻസിലോട്ട് മൂവ് ചെയ്യുന്നത്. അപ്പൊ അവർക്കും ആ ഒരു ദേ ഫീൽ വാല്യൂഡ്. സോ അത് ഞങ്ങൾ കണ്ടു. സോ നിങ്ങൾ അത് പിക്കപ്പ് ചെയ്തതിന് വളരെ വളരെ നന്ദി. അവസാനത്തെ ക്വസ്റ്റ്യനിലോട്ട് ഞാൻ പോവാണ്, ടീച്ചേഴ്സിലോട്ട്, ആൻഡ് ദെൻ വിൽ മൂവ് ടു ദ സ്റ്റുഡൻസ്. അവസാനത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, വാട്ട് ഇസ് ദാറ്റ് വൺ തിങ് ദാറ്റ് യു ആർ റിയലി പ്രൗഡ് ഓഫ് യുവർ സെൽഫ്? സെഷൻസിന് റിലേറ്റഡ് ആയിട്ട് പറയാമെങ്കിൽ ഇറ്റ് വിൽ ബി വെരി നൈസ്. നിങ്ങളുടെ ഫെസിലിറ്റേഷൻ സെഷൻസിൽ വാട്ട് ആർ യു റിയലി പ്രൗഡ് ഓഫ്? ഹലോ, അറിയോ സർ? യെസ് യെസ്. ഓക്കെ, അപ്പൊ ഡേ 0 ക്ലാസ് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടികൾ യാതൊരു സാധാരണ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന പോലെ അവർ വലിയ റെസ്പോൺസ് ഒന്നും ഇല്ലാത്ത രീതിയിലാണ് അവർ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയത്. ഏതാണ്ട് ഡേ 1, ഡേ 2 ഒക്കെ കഴിഞ്ഞു. ഡേ 3 കഴിഞ്ഞപ്പോൾ തൊട്ട് കൂടുതൽ കുട്ടികൾ അൺമ്യൂട്ട് ചെയ്ത് അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ ചാറ്റ് ബോക്സിൽ യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് അവർ കൂടുതൽ കുട്ടികൾ മുന്നോട്ട് വന്നു. എൻ്റെ അവസാനമായപ്പോഴേക്കും ഒട്ടുമിക്ക കുട്ടികളും വളരെയധികം ആക്റ്റീവായി. കാരണം ഡേ 10 ആയപ്പോഴേക്കും അവർക്ക് സങ്കടമായി. കാരണം ഈ പ്രോഗ്രാം തീരുവാണ് അവസാന ദിവസം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ഇത് തീരാൻ വേണ്ടി. അപ്പം കൂടുതൽ കുട്ടികളെ ആക്റ്റീവ് ആക്കുന്നതിനൊക്കെ ആയിട്ട് സാഹിത്യ പ്രോഗ്രാം ഉണ്ട്. താങ്ക് യു മാത്യു സർ. താങ്ക് യു ഫോർ ഷെയറിംഗ്. മാത്യു സർ നമ്മുടെ ഗ്രൂപ്പിലെ ഒരു ടെക്കി സാവി ആയിരുന്നു. സർ ആയിരുന്നു ഫസ്റ്റ് തന്നെ എല്ലാവർക്കും എന്താ പറയുന്നത്, നമ്മുടെ PDFs, PPTs എല്ലാം കൺവേർട്ട് ചെയ്ത് തന്നത്. സോ താങ്ക് യു ഫോർ ബീയിങ് ഓൺട്രപ്രനോറിയൽ ആൻഡ് ഹെൽപ്പിംഗ് ദി അതർ ടീച്ചേഴ്സ് ആസ് വെൽ. താങ്ക് യു സോ മച്ച് സർ. ടീച്ചേഴ്സ്, താങ്ക് യു ടീച്ചേഴ്സ്. നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസസ് പങ്കിട്ടതിന് നിങ്ങൾ ഞങ്ങളുടെ ഒരു വലിയ ബാക്ക് ബോൺ ആയിരുന്നു ഈ ഒരു പ്രോഗ്രാമിൽ. നിങ്ങൾക്ക് കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, പിന്നെ എക്സാംസ് വരുന്നുണ്ടായിരുന്നു. യു ഹാഡ് നിങ്ങളുടെ ടൈമിങ്സ് ഷെഡ്യൂൾ ചെയ്തിട്ട് ലേറ്റ് നൈറ്റ്സും ചിലപ്പം 8 o'clock 8:30 കഴിഞ്ഞിട്ടും നിങ്ങൾ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്തു. താങ്ക് യു സോ മച്ച് ഫോർ ഡൂയിങ് ദാറ്റ്. നിങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ വി വുഡന്റ് ഹാവ് ബീൻ ഏബിൾ ടു ടേക്ക് ദിസ് പ്രോഗ്രാം ഫോർവേഡ് ടു ദ സ്റ്റുഡൻസ്. നിങ്ങളുടെ ആ ഒരു എൻതൂസിയാസം ആണ് ദാറ്റ് കെപ്റ്റ് us ഗോയിങ്. അപ്പോൾ അതേപോലെയാണ് നമ്മുടെ സ്റ്റുഡൻസും കൂടെ. സാറ് പറഞ്ഞതുപോലെ സ്റ്റുഡൻസ് ഹാവ് ബിൻ പാർട്ടിസിപ്പേറ്റിംഗ് ഫുൾ ഓൺ. അവർക്ക് ഒരു സങ്കടം തോന്നുന്നുണ്ട് ഈ പ്രോഗ്രാം എൻഡ് ആവുമ്പോൾ. സോ ദാറ്റ് മീൻസ് ദാറ്റ് അവർ അത്രയും ഇൻവോൾവ് ആയിരുന്നെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ ആക്ച്വലി 550+ സ്റ്റുഡൻസ് ഈ പ്രോഗ്രാമിൽ പങ്കിട്ടിട്ടുണ്ട്. പക്ഷെ എല്ലാവരെയും നമുക്ക് സൂം പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിപ്പോ 10 സ്റ്റുഡൻസ് അവരെ റെപ്രസെന്റ് ചെയ്തിട്ട് ഒരു 10 സ്റ്റുഡൻസ് ഇവിടെ വന്നിട്ടുണ്ട്. അവരുടെ ഡിസ്കഷൻ ആണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. സെയിം സ്റ്റുഡൻസ്, ഐ എം ഗോയിങ് ടു വെൽക്കം യു ഓൾ. സോറി, എനിക്ക് ആ പേരിന്റെ ലിസ്റ്റ് ഒന്ന് മാറിപ്പോയി. ജസ്റ്റ് ഗിവ് മീ എ മിനിറ്റ്. അപർണ മോൾ, ഫാത്തിമ ഷാജഹാൻ, ഫാത്തിമ ഷിഫ, സ്നേഹ, സച്ചു, അഞ്ജു റോയ്, അഭിജീത്, അനുജ, സ്തുതി, അനസ്വര. ഞാൻ ആരെങ്കിലും പേര് വിട്ടിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഫാത്തിമ ഷിഫ, അപർണ മോൾ, അനസ്വര, ആൻജോ, സച്ചു എസ് പിള്ളൈ, ഫാത്തിമ ഷാജഹാൻ, അഭിജിത്ത് AS, അനുജ S കുമാർ, സ്നേഹ ആൻഡ് സ്തുതി. നമ്മുടെ സ്റ്റുഡൻസിനെ റെപ്രസെന്റ് ചെയ്തിട്ട് നമ്മുടെ ഓൺട്രപ്രനേഴ്സ് 10 പേര് ഇവിടെ ഉണ്ട്. അപ്പൊ അവർക്കായിരിക്കും ഞാൻ അടുത്ത ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. സ്റ്റുഡൻസ് നിങ്ങൾ റെഡിയാന്ന് വിചാരിക്കുന്നു. ഇത് ലൈവ് ആയിട്ട് കാണുന്ന സ്റ്റുഡൻസ്, ഇതും നിങ്ങളുടെ രസകര മൊമെന്റ്സിന്റെ ഷെയറിംഗ് ആണ്, സ്പേസ് ആണ്. സോ പ്ലീസ് പുട്ട് ഇറ്റ് ഇൻ യുവർ ചാറ്റ് ബോക്സ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഫസ്റ്റ് തോട്ട് വരുന്നെങ്കിൽ ഈ ക്വസ്റ്റ്യൻസിന് പ്ലീസ് പുട്ട് ഇറ്റ് ഇൻ ദ ചാറ്റ് ബോക്സ്. സ്റ്റുഡൻസ്, ഞാൻ പേര് വിളിക്കും. വൺസ് യു അൺമ്യൂട്ട് ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അഗൈൻ ടൈം ഷോർട്ട് ആയതുകൊണ്ട് നമ്മൾ 2 റെസ്പോൺസസ് എടുക്കാൻ പറ്റുള്ളൂ. സോ ആദ്യത്തെ വന്നിട്ട് നിങ്ങൾക്ക് മെമ്മറബിൾ ആയ ഒരു സെഷൻ, നമ്മുടെ ഡേ 0 to day 10
സെഷൻസ് നടന്നു. 11 സെഷൻസ് ഉണ്ടായിരുന്നു. അതിൽ നിങ്ങൾക്ക് മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സെഷനെ പറ്റി പറയാവോ? ഹലോ ടീച്ചർ, അപർണയാണ്. പറയൂ അപർണ. എനിക്ക് 10 ഡേയ്സിൽ മോസ്റ്റ് മെമ്മറബിൾ സെക്ഷൻ ആയി തോന്നിയത് ഓഫ് കോഴ്സ് ലൈവ് എന്റർപ്രണർഷിപ്പിന്റെ പ്രോഗ്രാം തന്നെയായിരുന്നു. ബിക്കോസ് ഫസ്റ്റ് ടൈം ഉള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനെ ലൈവ് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ കഴിഞ്ഞത്. അതുപോലെ അവരുടെ ജേണി അതൊക്കെ ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ തന്നെയായിരുന്നു. അതാണ്. ഓക്കെ മാം. ഹലോ മാം. പറയൂ അനുജ. മാം, എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട സെക്ഷൻ സെല്ലിംഗ് ആയിരുന്നു. സെല്ലിംഗ് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ സെല്ലിംഗ് നടത്തിയത് ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയായിരുന്നു. ഞാൻ അതിൽ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷെ എനിക്ക് അതിനകത്ത് കുറേ പേര് എനിക്ക് പോസിറ്റീവായിട്ടുള്ള കമൻസ് തന്നു. അതെനിക്ക് ശരിക്കും ഒരു മോട്ടിവേഷൻ ആയിരുന്നു. അതേപോലെ കുറച്ച് ഓർഡറുകളും എനിക്ക് അതിൽ നിന്ന് കിട്ടി. അത് മാത്രമല്ല മാം, ഈ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയെ പറ്റി അവർ ചോദിക്കുമ്പോൾ അതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും പറ്റി. ഇത് എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. സോ താങ്ക് യു മാഡം. താങ്ക് യു അനുജ ആൻഡ് താങ്ക് യു അപർണ ഫോർ ഷെയറിംഗ്. നിങ്ങളുടെ ആ ചെറിയ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ അടുത്ത് ഷെയർ ചെയ്തതിന് താങ്ക് യു സോ മച്ച്. കേൾക്കാൻ ഞങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നിട്ട്, വിച്ച് ബിസിനസ് ഡിഡ് യു ചൂസ്? നിങ്ങൾ ഏത് ബിസിനസ് ആണ് ചൂസ് ചെയ്തത്? അത് എന്തിനാണ് ചൂസ് ചെയ്തത്? പറയൂ അഞ്ജു. ഒരു മിനിറ്റ്, അഞ്ജു പറഞ്ഞു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ആരാണോ അൺമ്യൂട്ട് ചെയ്ത് ഞാൻ ഐ വിൽ ടേക്ക് ദാറ്റ്. ഓക്കെ, പറയൂ അഞ്ജു. ഞാൻ ചൂസ് ചെയ്ത ബിസിനസ് എന്ന് വെച്ചാൽ ഫിഷ് ഫാമിംഗ് ആയിരുന്നു. ഫിഷ് ഫാമിംഗ്. അപ്പൊ എനിക്കിത് ചൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ചെറുപ്പം തൊട്ടേ ഫിഷ് ഫാമിങ്ങില് ഫിഷ് ബിസിനസ്സിൽ അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളതാണ്. അക്വേറിയം ടൈപ്പ് ഫിഷ് ബിസിനസ് ആണ് താല്പര്യം. അപ്പൊ അവിടെ ചെറിയ എമൗണ്ടിൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ 10 ദിവസത്തെ ട്രെയിനിങ് കൊണ്ട് എനിക്കത് ഒരു ബിസിനസ് രീതിയിൽ കൊണ്ടുപോകാൻ ഒരു മോട്ടിവേഷൻ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് ഒരു ബിസിനസ് എന്ന രീതിയിൽ എടുത്തത്. താങ്ക് യു അഞ്ജു ഫോർ ഷെയറിംഗ്. അടുത്തതായിട്ട് അൺമ്യൂട്ട് ചെയ്ത സ്നേഹ എന്ന് തോന്നുന്നു. പറയൂ സ്നേഹ. മാം, ഞാൻ ചൂസ് ചെയ്ത ബിസിനസ് മാസ്ക് മേക്കിംഗ് ആയിരുന്നു. കാരണം ഈ ഒരു കോവിഡ് സിറ്റുവേഷനിൽ മാസ്ക് ഇല്ലാതെ നമുക്ക് പുറത്തിറങ്ങാൻ പോലും സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മാസ്ക് എൻ്റെ ഒരു ബിസിനസ് ആയിട്ട് എടുത്തത്. സാധാരണ മാസ്കിനേക്കാൾ കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ട് ഒരു എംബ്രോയിഡറി വർക്ക്സ് ഒക്കെ കൊടുത്താണ് ഞാൻ അതുകൊണ്ട് തന്നെ അത് എല്ലാവർക്കും അവർക്ക് കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് തോന്നാൻ. സോ അതുകൊണ്ടാണ് ഞാൻ മാസ്ക് എൻ്റെ ബിസിനസ് ആയിട്ട് എടുത്തത്. താങ്ക് യു സ്നേഹ. സ്നേഹ കുറച്ച് കട്ട് ആവുന്നുണ്ടായിരുന്നു. സോ ഐ ജസ്റ്റ് റിപ്പീറ്റ്. സ്നേഹ മാസ്ക് ബിസിനസ് ആണ് ചൂസ് ചെയ്തത്. പിന്നെ കുറച്ച് എംബ്രോയിഡറിയും അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ടു മേക്ക് ഇറ്റ് മോർ അട്രാക്റ്റീവ്. സോ രണ്ടുപേരും അവർക്ക് ആഗ്രഹമുള്ളതും അതല്ലാണ്ട് സിറ്റുവേഷൻസ് അസസ് ചെയ്തിട്ട്, നീഡ് അസസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ബിസിനസ് ചൂസ് ചെയ്തത്. സോ താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ് ബോത്ത് ഓഫ് യു. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട്, നിങ്ങൾക്ക് വാട്ട് വർ യുവർ ബിഗ്ഗസ്റ്റ് ചാലഞ്ചസ് വൈൽ ഡൂയിങ് ദ ബിസിനസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചാലഞ്ചസ് വന്നെങ്കിൽ അതെങ്ങനെ നിങ്ങൾ നേരിട്ടു? വാട്ട് വർ ദ ചാലഞ്ചസ്? ഹലോ മാം. പറയൂ ഫാത്തിമ ഷാജഹാൻ. എനിക്ക് ഞാൻ നേരിട്ട ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് മാർക്കറ്റിങ്ങിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ നെയ്ബേഴ്സിനോടും ഫ്രണ്ട്സിനോടും എല്ലാവരോടും ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയാണ് അങ്ങനെ ഈ ബിസിനസ് തുടങ്ങിയെന്നൊക്കെ പറഞ്ഞപ്പോൾ അവരും എന്നെ സപ്പോർട്ട് ചെയ്തു. പിന്നെ ഞാൻ മാർക്കറ്റിംഗ് മെറ്റീരിയൽ വാട്സാപ്പിൽ കൂടെ എല്ലാവർക്കും സെൻഡ് ചെയ്ത് കൊടുത്തു. അന്നേരം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു. ഒരുപാട് പ്രോഡക്ട്സ് വാങ്ങുകയൊക്കെ ചെയ്തു. താങ്ക് യു ഫാത്തിമ ഫോർ ഷെയറിംഗ്. ഹലോ അനസ്. അനശ്വര പറയൂ. അനശ്വര പറയൂ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. കേൾക്കാം മോളൂ, പറയൂ. എന്റെ പേര് അനശ്വര MS. ഞാൻ മാതൃപ്പള്ളി സ്കൂളിലാണ് പഠിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ താങ്ക് യു പറയുന്നു ഷാലി. എന്റെ ടീച്ചറിനോട് ഞാൻ വലിയ താങ്ക്സ് പറയണു. എനിക്ക് ശരിക്കും പേടിയായിരുന്നു ആദ്യത്തെ ക്ലാസ് ഒക്കെ. ഇങ്ങനെയൊക്കെ ഇതുപോലെ സാധനങ്ങളൊക്കെ വിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എനിക്ക് കൊറോണ സമയത്ത് സാധനങ്ങൾ വാങ്ങിക്കലായിരുന്നു ഏറ്റവും കൂടുതൽ പാടായിട്ട് തോന്നിയത്. ക്ലോത്ത് ബാഗ് ആണ് എന്റെ ഐറ്റം. അതിനുവേണ്ടി സാധനങ്ങൾ ഇവിടെയാണെങ്കിൽ ബസ് സൗകര്യം ഇല്ല. കൊറോണ ടൈം ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി അതിന് വേണ്ടിയിട്ട്. അനശ്വര അതെങ്ങനെയാണ് നേരിട്ടത്? എന്ത് ചെയ്തു?
ഞാൻ ഇവിടുന്ന് വണ്ടി വിളിച്ചു പോവുക ചെയ്തത്. ഓക്കെ, താങ്ക് യു അനസ്വര ഫോർ ഷെയറിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ബിഗ്ഗസ്റ്റ് ലേണിംഗ് എന്തായിരുന്നു ഈ പ്രോഗ്രാമിൽ നിന്ന്? ആരാണ് ഷെയർ ചെയ്യുന്നത്? സച്ചു, പറയൂ സച്ചു. ഓക്കെ, അത് നമുക്ക് പ്രോപ്പർ ആയിട്ടൊരു എന്താ പറയാ ക്ലാസ് കിട്ടുക. അപ്പൊ അതിനെപ്പറ്റി ഒരു ട്രെയിനിങ് പ്രോപ്പർ ആയിട്ട് ആരെങ്കിലും തന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനകത്ത് എനിക്ക് ഏറ്റവും നന്നായിട്ട് കിട്ടിയത് എന്ന് പറയുന്നത് സെൽഫ് കോൺഫിഡൻസ് ആണ്. അപ്പം ഞാൻ അത്ര കോൺഫിഡന്റ് ഒന്നും ആയിരുന്നില്ല. അപ്പൊ ഇവിടെ കുറച്ച് ഇതിനകത്ത് നിന്ന് കിട്ടിയ കുറച്ച് എലമെന്റ്സ് എന്താണെന്നറിയില്ല, സെൽഫ് കോൺഫിഡൻസ് നല്ലപോലെ ഇൻക്രീസ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. എനിക്ക് ഇതൊക്കെ പറ്റും, എനിക്ക് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യാൻ പറ്റും, എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ ഞാൻ തന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് ഇങ്ങനെയുള്ളൊരു കഴിവുണ്ട്. അപ്പൊ അതിന് ഉദ്യം ഫൗണ്ടേഷൻ അതുപോലെ ഫെസിലിറ്റേറ്റർ വിനോദ് സാറ് നിങ്ങൾ നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യായിരുന്നു. അപ്പൊ എനിക്ക് ഒന്ന് എന്റെ സെൽഫ് കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റി. എനിക്ക് ഐ എം കോൺഫിഡന്റ് എന്ന് എനിക്ക് ഇപ്പം നല്ല പറയാൻ പറ്റും. അതിന് ഒരു ബിഗ് താങ്ക്സ്. ഓക്കെ മേഡം, അതാണ് എനിക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് ക്രിയേറ്റീവായിട്ട് കുറച്ചുകൂടെ ചിന്തിക്കാൻ പറ്റി. ഞാൻ അങ്ങനെ ക്രിയേറ്റീവായിട്ട് അങ്ങനെ ചിന്തിച്ചിട്ടില്ല. കാരണം ഇങ്ങനെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, എക്സ്പീരിയൻസ് ഷെയർ പറഞ്ഞിരുന്നു. ഞാൻ ഇതിനെപ്പറ്റി അങ്ങനെ ഒരുപാട് ചിന്തിച്ച ഒരാളല്ല. പക്ഷെ എന്തുകൊണ്ടോ ഇത് വന്നപ്പോൾ എനിക്ക് സെൽഫ് കോൺഫിഡന്റ് ചെയ്യാൻ പറ്റി. അതുപോലെ പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ സാമ്പിൾ മേക്ക് ചെയ്തപ്പോൾ അതിനകത്തുള്ള എന്താ പറയാ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റി. ഇതിങ്ങനെ ചെയ്താൽ കൊള്ളാം, അങ്ങനെ ചെയ്താൽ കൊള്ളാം, അങ്ങനെ ചെയ്താൽ എങ്ങനെ ഇരിക്കും. അതുപോലെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്തപ്പോൾ ഒരു എക്സ്പീരിയൻസ്, ഫീഡ്ബാക്ക് അതൊരു എക്സ്പീരിയൻസ് ആണ് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ ഇന്ററാക്ട് ചെയ്യുക, എങ്ങനെയൊക്കെ ഇന്ററാക്ട് ചെയ്യാം, നമ്മുടെ ബിസിനസിനെ പറ്റി എങ്ങനെയൊക്കെ സൊസൈറ്റിയിലോട്ട് പ്രൊമോട്ട് ചെയ്യാനൊക്കെ പറ്റും. Sachu? He just got dropped off. Yeah, I think internet went. But Sachu, thank you for sharing. Sachuന്റെ ആ കോൺഫിഡൻസ് സച്ചുന്റെ വേർഡ്സിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. So thank you for sharing. അടുത്ത ക്വസ്റ്റ്യൻ, ഒരാൾ കൂടി റെസ്പോണ്ട് ചെയ്യാം. സോറി, ഐ മിസ് ദാറ്റ്. ഒരാൾ കൂടി റെസ്പോണ്ട് ചെയ്യാം ഈ ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ബിഗ്ഗസ്റ്റ് ലേണിംഗ് എന്തായിരുന്നു ഈ ജേർണിന്ന്? പറയൂ ഫാത്തിമ ഷിഫ. എന്റെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് ലേണിംഗ് എന്താന്ന് വെച്ചാല് ഒരു സ്വന്തമായിട്ട് ഒരു ബിസിനസ് എങ്ങനെ ചെയ്യാന്നുള്ള ആദ്യം തന്നെ ഞാൻ പഠിച്ചു. അതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവരോടും. അതെങ്ങനെ ചുരുങ്ങിയ ചെലവിൽ, അതും നമ്മൾ ഈ പ്രായത്തിൽ തന്നെ സ്വന്തമായിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളത് ഇതിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. അതും പ്രാക്ടിക്കലായിട്ട് തന്നെ. അതിൽ വളരെ സന്തോഷമുണ്ട്. അതേപോലെ തന്നെ സെൽഫ് കോൺഫിഡൻസ് ഒക്കെ വല്ലാതെ കൂടി, കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ വല്ലാതെ വർദ്ധിച്ചു. ഈ ഒരു പ്രോഗ്രാമിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അതൊക്കെ എന്റെ ലൈഫിലും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു മിസ്. താങ്ക് യു ഫാത്തിമ ഷിഫ. അവസാനത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. വാട്ട് ഡിഡ് യു ലേൺ ഇൻ ദിസ് പ്രോഗ്രാം ദാറ്റ് യു ക്യാൻ അപ്ലൈ ഇൻ റിയൽ ലൈഫ്? അപ്പൊ ഈ പ്രോഗ്രാമിൽ നിന്ന് നിങ്ങൾ എന്താണ് പഠിച്ച്, നിങ്ങൾ ഓൺട്രപ്രനർ ആകുമോ ഇല്ലയോ എന്നല്ല, പക്ഷെ നിങ്ങൾ ഇതിൽ നിന്ന് മുമ്പിലോട്ട് പോകുന്ന ജേർണിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. വാട്ട് ഡിഡ് യു ലേൺ ഫ്രം ദിസ് ജേർണി? ആർക്ക് വേണമെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം സ്റ്റുഡൻസ്. ക്വസ്റ്റ്യൻ മനസ്സിലായില്ലയോ അതോ ആൻസേഴ്സ് ആലോചിക്കുകയാണോ? ഷുഡ് ഐ ഗിവ് യു എ മിനിറ്റ്? ഈ പ്രോഗ്രാമിൽ നിന്ന് നിങ്ങൾ എന്താണ് പഠിച്ച് അത് നിങ്ങൾക്ക് മുന്നോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം? ഓക്കെ, സ്റ്റുഡൻസ് ഐ തിങ്ക് അവരുടെ ഷെയറിംഗ് ലിമിറ്റ് എത്തിക്കഴിഞ്ഞെന്ന് തോന്നുന്നു. സോ ടീച്ചേഴ്സിന് എന്തെങ്കിലും ഇതിൽ നിന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് ഹാവ് യു ലേൺ ദാറ്റ് യു ക്യാൻ അപ്ലൈ ഇൻ യുവർ ലൈഫ് അഹെഡ്, നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിൽ ടേക്ക് വൺ റെസ്പോൺസ് ആൻഡ് വിൽ വൈൻഡ് അപ്പ് ദ ഡിസ്കഷൻ. Okay, I think everyone's tired. 7:45 ആയി. So I think we'll move on. So ഇതേപോലെ നമ്മുടെ ടീച്ചേഴ്സ്, നമ്മുടെ സ്റ്റുഡൻസ് അവരുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്തു.
ഇതിൽ നമ്മുടെ ഉദ്യം ലേണിംഗ് ടീമിൽ നിന്ന്, ഉദ്യം ലേണിംഗ് ഫൗണ്ടേഷനിൽ നിന്ന് നമ്മൾ 2 പേരെ ഇൻവൈറ്റ് ചെയ്യാണ്. അവരുടെ ഒബ്സർവേഷൻ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട്. അവര് ടീച്ചേഴ്സിന്റെ ക്ലാസ്സസിൽ ഇടയ്ക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു ഈ സെഷനിൽ നിന്ന് അവർ എന്തൊക്കെയാണ് എക്സ്പീരിയൻസ് ചെയ്ത്, അവരുടെ ഒരു ചെറിയ ചെറിയ മൊമെന്റ്സ് ദാറ്റ് ദേ ഹാവ് റെക്കഗ്നൈസ്. ആദ്യമായിട്ട് ഞാൻ അഖിൽ സന്തോഷിനെ വിളിക്കുകയാണ്. Hi everyone. Good evening. Good evening അഖിൽ, കേൾക്കാം. യെസ്. ഞാൻ ഇപ്പോ ഈ കുട്ടികൾ ഷെയർ ചെയ്ത പോലെ തന്നെയാണ്. കാരണം ആദ്യത്തെ ദിവസങ്ങളിൽ നമ്മൾ ഇതിൽ ജോയിൻ ചെയ്യുമ്പോൾ ടീച്ചേഴ്സിനും ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. ഇതെങ്ങനെ സക്സസ് ആക്കാം എന്ന് ഉള്ള ഒരു കോൺഫിഡൻസ് കുറവ് ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അപ്പൊ കുട്ടികളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓൺലൈൻ ക്ലാസ്സുകളിൽ ബാക്കിയുള്ള ഓൺലൈൻ ക്ലാസ് പോലെ തന്നെ ആയിരിക്കും എന്നുള്ളൊരു ചിന്ത തന്നെയായിരുന്നു അവർക്കും. കാരണം അവരും അങ്ങനെ തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോ പിന്നീടാണ് നമ്മൾ ആദ്യത്തെ സെഷനിലല്ല, പിന്നീട് 2ാമത്തെയും 3ാമത്തെ സെഷനിലൊക്കെയാണ് നമുക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലായത്. കാരണം അവരുടെ ഒരു മൈൻഡ് സെറ്റിന്റെ ഒരു ചെറിയ മൈൻഡ് സെറ്റിൽ വരുന്ന ചേഞ്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. നമുക്ക് ഈ 10 ദിവസം ഈ പ്രോഗ്രാം കൊണ്ട് എന്ത് ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഇതിന്റെ തെളിവ്. നമ്മൾ ഈ കുട്ടികൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ തെളിവായിട്ട് വരുന്നത്. കാരണം അവരുടെ മൈൻഡ് സെറ്റിൽ ചെറുതായിട്ടെങ്കിലും നമുക്ക് ചേഞ്ച് വരുത്താൻ സാധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം. അപ്പൊ ഞാൻ ഈ പല സെഷൻസ് ഒബ്സർവ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അറ്റ് എ ടൈം വേറൊരു ചെറിയൊരു വൈകിയുടെ ഒരു പ്രോഗ്രാം കൂടി ഉണ്ടായിരുന്നു. ഒരുപാട് സെഷൻസ് ഒബ്സർവ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു കാലയളവില്. അപ്പോ ഞാൻ ചില 1-2 ടീച്ചേഴ്സിനോട് എക്സ്ക്യൂസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരു സെഷന് ഞാൻ ആരെ എടുത്തൊന്നും പറയുന്നില്ല. ഒരു സെഷൻ ഒബ്സർവ് ചെയ്യാൻ കയറി കഴിഞ്ഞപ്പോ ഞാനത് പെട്ടെന്ന് തന്നെ ഡ്രോപ്പ് ഔട്ട് ആവണം, പെട്ടെന്ന് തന്നെ എനിക്ക് മറ്റേ സെഷൻ ഉള്ളത് കൊണ്ട് ഡ്രോപ്പ് ഔട്ട് ആവണം എന്ന് വിചാരിച്ചാണ് ഞാൻ കയറിയത്. പക്ഷെ എനിക്കത് ഫുള്ള് കണ്ടിന്യൂ ചെയ്യാണ്ട് ഒരു നിവൃത്തിയില്ല. കാരണം അത്രയും അടിപൊളിയായിരുന്നു, അത്രയും ഇന്ററാക്റ്റീവ് ആയിട്ട് കുട്ടികളുടെ ഓരോ കാര്യങ്ങൾ അവർ ഷെയർ ചെയ്യണതായാലും ടീച്ചറിന്റെ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു റെസ്പോൺസ് ആയാലും അത്ര അടിപൊളിയായിരുന്നു. കാരണം ഞാൻ എന്നിട്ട് ആ സെഷൻ കംപ്ലീറ്റ് ഒബ്സർവ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ പോയത്. അപ്പം അങ്ങനെയുള്ള എക്സ്പീരിയൻസും ഉണ്ട്. കുട്ടികളുടെ ഭാഗത്തു നിന്നായാലും നല്ല റെസ്പോൺസ് ആണ്. ആദ്യത്തെ ഒരു 1-2 വട്ടം അവരിങ്ങനെ മടിച്ചു നിന്നെങ്കിലും പിന്നീട് അവര് എല്ലാത്തിലും നല്ല രീതിയിലുള്ള റെസ്പോൺസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഇങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് ഇതില് നിങ്ങൾ ടീച്ചേഴ്സിന്റെ ത്രൂ ആണ് ഞങ്ങൾക്ക് ഇത് എല്ലാവരിലേക്കും എത്തിക്കാൻ പറ്റിയത്. അപ്പൊ ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നായാലും ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന സപ്പോർട്ട്, കാരണം ഞങ്ങള് ഗ്രൂപ്പിലേക്ക് വരുമ്പോഴായാലും നമ്മളെ കൊണ്ട് എന്തായാലും ഒരു അഭിപ്രായങ്ങൾ എല്ലാവരും പറയിപ്പിക്കാറുണ്ട്. സെഷൻ കഴിയുമ്പോഴായാലും എന്നോട് പേഴ്സണൽ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോ അതൊക്കെ നമുക്ക് വളരെ സന്തോഷം തരുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഈ ഒരു പ്രോഗ്രാമില് ഞങ്ങളിലൂടെ അല്ലെങ്കിൽ നിങ്ങളിലൂടെയാണ് ഞങ്ങൾക്ക് എത്തിക്കാൻ പറ്റിയത്. അപ്പൊ നിങ്ങളായിരുന്നു ഞങ്ങളുടെ ഒരു വലിയൊരു ബലം. അപ്പോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു അഖിൽ ഫോർ ഷെയറിംഗ്. അഖിൽ പറഞ്ഞ പോലെ അഖിൽ വേറൊരു പ്രോഗ്രാമിന്റെ തിരക്കിലായിരുന്നു. എന്നാലും സമയം എടുത്തിട്ട് അഖിൽ ഇതിൽ ഒബ്സർവ് ചെയ്തു, എന്നിട്ട് കോൺസ്റ്റന്റ്ലി ഫീഡ്ബാക്കും തരുന്നുണ്ടായിരുന്നു. ആൻഡ് ടീച്ചേഴ്സിന്റെ അടുത്ത് കോൺസ്റ്റന്റ്ലി എൻഗേജ്ഡ് ആയിരുന്നു. സോ താങ്ക് യു അഖിൽ ഫോർ ബീങ് എ പാർട്ട് ഓഫ് ദ പ്രോഗ്രാം. അടുത്തതായിട്ട് സീനു മാത്യു. ഹായ്, ഗുഡ് ഈവനിങ് എവരിബഡി. എൻ്റെ പേര് സിനു മാത്യു. ഞാനും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഈ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഒരു ഒബ്സർവർ ആയിരുന്നു. കുറച്ച് അധികം ടീച്ചേഴ്സിനെ, അവരുടെ ക്ലാസ്സിനെ, അവരുടെ കുട്ടികളെ ഒബ്സർവ് ചെയ്യാൻ എനിക്ക് സാധിച്ചു. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ സന്തോഷിക്കുന്നതിന് കാരണം ഈ പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഒരുപാട് കൺസേൺസ് ഉണ്ടായിരുന്നു. അവർക്ക് ഓൺലൈൻ മറ്റു ക്ലാസ്സുകളുണ്ട്, ഇത് ക്ലബ് ചെയ്ത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്, ഞാനൊരു 3 സെഷൻ എടുക്കത്തുള്ളൂ, ബാക്കി നിങ്ങൾ വേണം എടുത്തോളൂ എന്നൊക്കെ എക്സ്ക്യൂസ് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഈ ക്ലാസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് ഒരു ട്രാക്കിലേക്ക് വന്ന ശേഷം ഈ പറഞ്ഞ ടീച്ചേഴ്സ് ഉൾപ്പെടെ അവരുടെ അടുത്തൊരു എഫേർട്ട് ശരിക്കും പറഞ്ഞാണെങ്കിൽ ഇപ്പൊ ഇവിടെ എല്ലാവരും സംസാരിച്ചു, ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ശരത് സാറ് അവരെല്ലാവരും അഭിനന്ദിച്ചു, ഒക്കെ ശരിയാണ്. പക്ഷെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ വിജയമെന്ന് ഇപ്പൊ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതിന് ശരിക്കും എഫേർട്ട് എടുത്ത ടീച്ചേഴ്സ് തന്നെയാണ്. ടീച്ചേഴ്സിനെ ഞാൻ ഭയങ്കര അധികമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഞങ്ങൾ ഉദ്യം ടീമിന്റെ പേരിൽ അഭിനന്ദിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രോഗ്രാം ഇപ്പൊ നമ്മളിവിടെ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അതിന് തീർച്ചയായിട്ടും എഫേർട്ട് എടുക്കുകയും ഇതിനെ ഒരു ശരത് സാർ പറഞ്ഞ പോലെ ഒരു പാഷനായിട്ട്, അത് നിങ്ങളുടെ ഒരു പാഷനായിട്ട് തന്നെ നിങ്ങൾ എടുത്തു. നിങ്ങളുടെ പഠിപ്പിക്കുന്ന മറ്റു സബ്ജക്റ്റുകളെക്കാളും
മറ്റെന്തോ ഞങ്ങൾക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ കുട്ടികൾ ഞങ്ങളുടെ കുട്ടികൾ കുറച്ചൊന്നും കൂടെ എന്തെങ്കിലുമൊക്കെ നേടണം അല്ലെങ്കിൽ വളരണം എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളിലേക്ക് ഇറങ്ങി ചെന്നു. അതുകൊണ്ടാണ് കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ 10 ദിവസം കൊണ്ട് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു നല്ല വിജയമാണെങ്കിൽ അതിന്റെ പിന്നിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് ടീച്ചേഴ്സ് തന്നെയാണ്. ഉദ്യം ടീം നിങ്ങൾ സപ്പോർട്ട് തന്നിട്ടുണ്ട്, മറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് സപ്പോർട്ട് തന്നിട്ടുണ്ട്. പക്ഷെ ഇത് നിങ്ങൾ നിങ്ങളുടെ പ്രോഗ്രാമായി ഏറ്റെടുത്തുകൊണ്ട് മാത്രമാണ് ഇത് നല്ല വിജയമായി തീർന്നത്. അതോടൊപ്പം തന്നെ കുട്ടികൾ കുട്ടികൾ ഇതിനകത്തെടുത്ത കാണിച്ച താല്പര്യം അത് പ്രശംസനീയമാണ്. കാരണം എന്താണ് ചോദിച്ചാല് എല്ലാവരിലും ഒരു ഓണ്ടർപ്രണർ ഉണ്ട്. ആ ഓണ്ടർപ്രണറെ കണ്ടെത്തുവാൻ പറ്റിയ ഒരു അവസ്ഥ, ഒരു സാഹചര്യം, അതിലൂടെ ഒരുപക്ഷെ എല്ലാവരും ഓണ്ടർപ്രണർ ആവണമെന്നില്ല, എന്നാൽ തന്നെയും തങ്ങൾക്കുള്ള സ്കിൽസ് ആൻഡ് മൈൻഡ് സെറ്റ്സ് അത് കണ്ടെത്തി, അല്ലെങ്കിൽ മൈൻഡ് സെറ്റിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുവാൻ, അല്ലെങ്കിൽ തങ്ങൾക്കുണ്ടായിരുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഫേസ് ചെയ്തിരുന്ന കുറച്ച് പ്രശ്നങ്ങളെ എടുത്തു മാറ്റി മുമ്പോട്ട് കടന്നു വരുവാൻ തക്ക വിധം കുട്ടികൾ ധൈര്യം ആർജിച്ചു എന്നുള്ളതാണ് ഈ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ വലിയൊരു നേട്ടം. അതുകൊണ്ട് ഇതിലേക്ക് സഹകരിച്ചത് ടീച്ചേഴ്സും കുട്ടികളും തന്നെയാണ്. ഇതിന്റെ വിജയവും ടീച്ചേഴ്സും കുട്ടികൾ തന്നെയാണ്. അതുകൊണ്ട് ഇനിയും ഇതുപോലുള്ള പരിപാടികളുമായിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും അല്ലെ ഇതുപോലെയുള്ള സംഘടനയുടെ ഭാഗത്തു നിന്നൊക്കെ വരുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന ഒന്നാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ഏറ്റെടുത്ത് നടപ്പിലാക്കുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ടീച്ചേഴ്സിനും കുട്ടികൾക്കും പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു. ഒപ്പം ഈ ഒരു പ്രോഗ്രാം ഈ സ്കൂളിൽ കൂടെ നടത്തുവാൻ വേണ്ട പെർമിഷൻ നൽകിയ ഗവൺമെന്റിന് എല്ലാവർക്കും അഭിനന്ദനം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച് സീനു. സീനുവും കുറെ കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിരുന്നു ഈ പ്രാവശ്യം, എന്നാലും ഹി ടുക്ക് ടൈം ഓഫ്. ആൻഡ് കുറെ നിങ്ങൾ കാണുന്ന മലയാള വാക്കുകൾ സീനുവിന്റെയാണ്. അറിയാലോ, എനിക്ക് മലയാളം സംസാരിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ, വായിക്കാൻ അറിയത്തില്ല. സോ സീനു ഹാസ് ടേക്കൻ എ ലോട്ട് ഓഫ് എഫേർട്ട്. ആൻഡ് എന്താണെങ്കിലും ടീച്ചേഴ്സിന്റെ അടുത്ത് സംസാരിച്ചതിന് ഉടനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ സീനു വന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് ഞങ്ങളത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. സോ താങ്ക് യു സീനു ഫോർ ബീങ് എ പാർട്ട് ഓഫ് ദ പ്രോഗ്രാം. So we're almost towards the end of the program. ഞാൻ കുറച്ച് സെക്ഷൻസ് ഒബ്സർവ് ചെയ്തിരുന്നു, അല്ലാണ്ടും കുറെ ടീച്ചേഴ്സിന്റെ അടുത്ത് ഞാൻ സംസാരിച്ചിരുന്നു. സോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് നല്ല നെർവസ് ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു, എങ്ങനെയാണ് നമ്മൾ ഇത് മുമ്പിലോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ ലൈക്ക് അഖിൽ സെഡ്, സീനു സർ സെഡ്, നിങ്ങളുടെ ആ ഒരു പ്രോത്സാഹനമാണ്, നിങ്ങളുടെ ആ ഒരു എൻതൂസിയാസമാണ് ഞങ്ങളെ ഈ പ്രോഗ്രാം ഇത്രയും കുട്ടികളിലോട്ട് എത്തിക്കാനും ഒരു വിജയകരമായിട്ട് മാറ്റാനും പറ്റിയത്. നമ്മളൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ആയി ചേർന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ബിക്കോസ് ഓരോരുത്തരും നിങ്ങൾ ആ ഒരു ഹെൽപ്പിംഗ് ആ ഒരു നേച്ചർ ആയിരുന്നു നമ്മുടെ ഗ്രൂപ്പിൽ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആദ്യം തന്നെ ടീച്ചേഴ്സ് അവിടെ മെസ്സേജ് ചെയ്തിട്ട് ഒരാൾ മറ്റേയാളുടെ പ്രോബ്ലം സോൾവ് ചെയ്യായിരുന്നു. ഞാൻ പേരെടുക്കുന്നില്ല ഇപ്പോ, ബട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറെ ടീച്ചേഴ്സിന് സ്ലൈഡ്സിന്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അവർ ഞങ്ങളെ അല്ല ആദ്യം വിളിച്ചത്, വേറൊരു ടീച്ചറിനാണ് വിളിച്ചത്, കംപ്ലീറ്റ് ചെയ്തത്. സോ നിങ്ങൾ ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്തു ഇൻഡിപെൻഡന്റ്ലി തന്നെ. സോ വി ആർ വെരി ഹാപ്പി ദാറ്റ് ഈ ഒരു സ്പേസിൽ ഞങ്ങളും ഒരു ഭാഗമായി. ആൻഡ് സ്റ്റുഡൻസ്, നിങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഈ പ്രോഗ്രാം ഇവിടെ വരെ എത്തത്തില്ലായിരുന്നു. സോ താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ആ ഒരു കുറെ എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. നോട്ട് ഗിവിംഗ് അപ്പ് ആറ്റിറ്റ്യൂഡ്. ടീച്ചേഴ്സ് പറഞ്ഞു വേണ്ട, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ചെയ്യേണ്ട, പക്ഷെ നിങ്ങൾ തന്നെ ഇല്ല, വിൽ ഗോ അഹെഡ് ആൻഡ് ഡു ഇറ്റ്. കോവിഡ് ടൈം ആണെങ്കിലും നിങ്ങൾ ചെയ്തു. സോ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്, താങ്ക് യു സോ മച്ച്. ഞാൻ കുറച്ച് ഇമോഷണൽ ആയിപ്പോ ഇനി എന്തെങ്കിലും പറഞ്ഞാല്. സോ ഐ പോസ് ഹിയർ ആൻഡ് വോട്ട് ഓഫ് താങ്ക്സ് പറയാനായിട്ട് എന്റെ ബിഗ്ഗസ്റ്റ് സപ്പോർട്ട് ആയിട്ടുള്ള ആള് സുരഭീനെ ഞാൻ വിളിക്കുകയാണ്. Thank you, Ascharya. It is making me very emotional as well. To start with, thank you so much to everyone who's been here with us, either on Zoom or on YouTube. We have a lot of students also cheering us on. Thank you, students, for being there. To start with, I'd first like to start with a gratitude note to the staff of KIED, the Kerala Institute for Entrepreneurship Development, especially Sharat sir, because like he mentioned, it started with a mail, and he is the CEO of KIED, and he was the one who initiated this program and started this conversation. So thank you, sir. Ajit sir, who is the Joint Director of Industries and Commerce Department, for helping us with all the official coordination and tasks with respect to the department. Next is Shabir sir. Thank you so much for always being there to answer our questions and helping us solve any challenges.
Again, thank you to all the officials from KIED. I cannot end this vote of thanks without even mentioning the biggest two pillars of this program, the teachers as well as the students. To both of you, I just want to thank you for choosing us. This was a voluntary program. You put your faith in us and you chose us. And we just hope that we were able to do justice. Thank you, teachers, for showing the whole magic of collective action where we all work together. Thank you for putting in so much effort. We know it was not easy for you despite COVID and despite having a lot of other online engagements. You chose to do this, found time in the day, be it at 8:30 a.m. or 8:30 p.m. You still did it. So thank you so much for that. Students, congratulations for working so hard and just trying something new. We are so proud of all of you. The entire Udhyam team as well for letting us and supporting us in doing this. But I do want to share special mentions for this as well. To start with Nezrin and Suhail, we did have a lot of questions with the partner. So thank you for starting this and for being supportive at all times. Sinu and Akhil for observing the teachers and helping us figure out what we can do better in the days to come. Monitoring and evaluation team who've helped us create assessments to see what impact the program is going to create, especially Asrita and Arunima. Last but not the least, Ashcharya. All the teachers have definitely mentioned her name, and I can totally understand why. Thank you, Ashcharya, for being super supportive and a great team member to work with, and for just doing so many things without complaining. Thank you so much. Thank you to everyone for being a part of this. We are so happy that we could do the online entrepreneurship program, which started just when COVID started. So it's just been a year since we started this program, and for helping us take this to the beautiful state of Kerala and to different parts in Kerala. Thank you so much. Thank you, ma'am. Thank you, Surabhi. Finally, I just want to thank everybody. Teachers, please pole. This recording stop. A quick photo session. We would love to continue the WhatsApp group, keep the communication going. This is session teachers and feedback and some improvements that we can do, that you think we have to do. We want to really know about it. So adinu oru cheriya session njangal idu vekkunnayirikkum. Monitoring and evaluation കഴിഞ്ഞിട്ട് അവരുടെ റെസ്പോൺസ് കിട്ടിയിട്ട് ഈ പ്രോഗ്രാം എങ്ങനെയാണ് സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആയിരിക്കുന്നത്, എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ആണ് നടന്നിട്ടുള്ളതെന്ന് ഞങ്ങൾ നോക്കി കഴിഞ്ഞിട്ട് we'll be able to have a small session. So please don't leave the WhatsApp group. We want to still see you all engaged as much as possible. So please don't leave the WhatsApp group. And students who are seeing this program, thank you so much. Ningalde studies in the kuda thane, here's a request: continue your business in the smallest way that you can, because there'll be a lot of learning. Kore life lessons ningalku idinum ini mumbotum ningalku kittum. So continue the business as much as you can, and you've already proved it. 10 ദിവസത്തെ തന്നെ നിങ്ങൾക്ക് ഇത്രയും ചെയ്യാൻ പറ്റുമെങ്കിൽ you can imagine what all you can do going ahead. I'm just super proud and very happy, and thank you all for joining in. Whoever is on the YouTube live, teachers, students on the Zoom call, Udhyam team members, and everybody, thank you so much for joining. Have a great night ahead. Thank you. Thank you. Before I end the YouTube live stream, students request you to please fill in the forms that are on Classroom today.